ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം അനുഗ്രഹീതമായ ഈ കർത്തൃദിവസത്തിലും വാഴ്ത്തപ്പെടട്ടെ. വിശുദ്ധന്മാരുടെ പ്രത്യാശയും സഭയുടെ കാന്തനും നമ്മുടെ രക്ഷകനുമാകുന്ന കർത്താവിനെ ഈ നിലകളിൽ ആരാധിപ്പാൻ അനുഗ്രഹിക്കപ്പെട്ടൊരു വിശുദ്ധ സഭായവും കൂടെ നമ്മുടെ ആയുസ്സിൽ ദൈവം അനുവദിച്ച് തന്നല്ലോ. ഈ പ്രഭാതത്തിലെ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ദൈവമക്കളെയും, വിശേഷാൽ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരെയും വന്ദനം ചെയ്യട്ടെ. ഇവിടെ അനുഗ്രഹീതമായ നിലയിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പോൾ പെന്തക്കോസ്റ്റൽ ചർച്ച് സഭയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സാങ്കുട്ടി പാപ്പച്ചൻ പാസ്റ്റർ കുടുംബം, മറ്റ് അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, ക്രിസ്തുവിൽ ഒത്തിരി സ്നേഹിക്കുന്ന പ്രിയ ബൈച്ചാൻ ഉൾപ്പെടെ, ആൻറ്റി ഉൾപ്പെടെ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ ദൈവം ഒരവസരം തന്നല്ലോ. എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുകയാണ്. നിങ്ങളറിയുന്നത് പോലെ ഈ പ്രാവശ്യത്തെ ഇവിടുത്തെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ കോൺഫറൻസിന് വേണ്ടിയാണ് ഞാൻ കടന്നു വന്നത്. പ്രിയപ്പെട്ട പാസ്റ്റർമാരുടെ ക്ഷണം സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവർ നൽകിയ എല്ലാ സ്നേഹത്തിനും കർത്താവിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ചും പ്രിയപ്പെട്ട സാങ്കുട്ടി പാസ്റ്റർ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട കരുതലോടുകൂടെ കരുതുന്ന ഒരു കർത്തൃദാസനെ ദൈവം നിങ്ങൾക്ക് തന്നല്ലോ. ഞാൻ വന്ന സമയത്ത് ഡൽഹിയിൽ നിന്നാണ് ഞാൻ വന്നത്. ഞങ്ങളുടെ സഭയുടെ പ്രസിഡൻ്റായിരിക്കുന്ന പാസാർ അബ്രഹാം എന്നോട് അദ്ദേഹം പറഞ്ഞു, ചെല്ലുമ്പോൾ ആൾക്കാർക്ക് സ്വോത്രാഴ്ചയ്ക്കൊക്കെ പൈസ കയ്യിരിക്കട്ടെ എന്ന് പറഞ്ഞൊരു കുറച്ച് പൗണ്ട് എൻ്റെ കയ്യിൽ തന്നാണ് വിട്ടത്. പക്ഷേ ഞാൻ ലണ്ടനിൽ നിന്ന് വന്ന് ഹോട്ടലിൽ കൊണ്ടുവന്ന് ഇതെല്ലാം കൂടെ വെച്ച കൂട്ടത്തിൽ വൈകിട്ട് ആ സ്വോത്രാഴ്ച എടുക്കണമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലില്ലാതെ പോയി. ഞാൻ അവിടെ ആദ്യത്തെ കോൺഫറൻസ് യോഗത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ സ്തോത്രകാഴ്ച എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടി. അയ്യോ, അപ്പോഴാണ് ഞാനറിയാതെ പാസ്റ്ററിൻ്റെ കൈ പൈസ കൊണ്ട് തന്നു സ്തോത്രാഴ്ച ഇടാനായിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ആ ഒരു ദീർഘവീക്ഷണവും ആ സ്നേഹവും ഒരു കരുതലും. ഞാൻ എത്രയോ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും അങ്ങനെ ഒരാളിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഒരു സ്വന്തം അനുജനെ പോലൊക്കെ സ്നേഹിക്കുന്ന ഒരു കർത്തൃദാസൻ അദ്ദേഹം. തീർച്ചയായിട്ടും ഞാനങ്ങനെ ആരെയും ഉയർത്താറൊന്നുമില്ല, പക്ഷേ ഈ സഭയ്ക്ക് അദ്ദേഹം ഒരു മുതൽക്കൂട്ടാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്തൃദാസൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹം, മറ്റ് അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാരുടെ സ്നേഹം, പ്രത്യേകിച്ച് ബൈച്ചാനെയും കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ റാന്നിയിൽ ഞാൻ എൻ്റെ സ്വന്തം സഹോദരനെ പോലെ, ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിക്കുന്ന ഒരാളാണ് കടക്കിലെ മോനച്ചാൻ. കടക്കിലെ അമ്മച്ചി കുറേ നാൾ മുമ്പ് കർത്താവിൻ്റെ കൃപയിലേക്ക് വന്നു. മോനച്ചാന് ജ്ഞാനായ സഭയുടെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു. അങ്ങനൊന്നും അദ്ദേഹം ആർക്കും ഒതുങ്ങി കൊടുക്കത്തില്ല. ഒത്തിരി ആരോടും അങ്ങനെ തർക്കിക്കത്തൊന്നുമില്ലെങ്കിലും പുള്ളി എടുത്തിയാടി ഒരു കാര്യവും ചെയ്യത്തില്ല. വളരെ ദീർഘവീക്ഷണത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ടവന്. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ഞങ്ങളുമായിട്ട് അടുത്തു. പ്രിൻസ് പാസ്റ്റർ പിതാവാണതിന് കാരണം എങ്കിൽ പോലും പ്രിൻസ് പാസ്റ്ററോടും എന്നോടും ഒക്കെ അദ്ദേഹം അടുത്ത് കഴിഞ്ഞപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമുണ്ടെങ്കിൽ ഒരഭിപ്രായം ചോദിക്കുന്നത് മോനച്ചാനോട്. ആ നിലകളിലാണ് കടക്കിലെ കുടുംബങ്ങളെ ഞാൻ പരിചയപ്പെടുന്നത്. ബൈച്ചാനെ പരിചയപ്പെട്ടു, അമേരിക്കയിലുള്ള ബിച്ചാനെ പരിചയപ്പെട്ടു. ആ കുടുംബത്തിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെന്ന സമയത്ത് പോയി പാർത്തു. അങ്ങനെയൊക്കെ ഒത്തിരി ബന്ധമുള്ള ഈ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ആയിരിക്കുന്നത് സന്തോഷം. അതുപോലെ നിങ്ങളോടെല്ലാവരോടും കൂടെ ചേർന്നായിരിക്കുന്നതിൽ ഒത്തിരി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മയാണല്ലോ. ദൈവം വർദ്ധിപ്പിക്കട്ടെ, അനുഗ്രഹങ്ങൾ നൽകട്ടെ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. മുഖവരകൾ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. ദൈവമേൽപ്പിച്ച ഒരു വചനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുമ്പോൾ 84 സങ്കീർത്തനം 3-4 വാക്യം ആധാരമായി നമുക്ക് വായിക്കാം. സാംസ് നമ്പർ 84 verses 3 and 4. 80. യെസ്. കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, അങ്ങയുടെ യാഗപീഠങ്ങളെ തന്നെ. നിങ്ങളുടെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരങ്ങയെ നിത്യം സ്തുതിച്ചുകൊണ്ട് ഇരിക്കും. ഭാഗ്യനിർഭാഗ്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു ലോകത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്, അല്ലേ? ഈ ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് നന്നായിട്ടറിയാം എന്താണ് ഭാഗ്യം, എന്താണ് നിർഭാഗ്യം. ഒരു കാര്യം സത്യമാണ്,
ഇപ്പം ഭാഗ്യമാണെന്ന് പറയുന്നത് പലതും അടുത്ത നിമിഷം നിർഭാഗ്യമായി മാറാൻ സാധ്യതയുള്ള ലോകമല്ലേ നമ്മുടെ ലോകം? ആണോ? തീർച്ചയായിട്ടും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഒരു വായനാനുഭവം, മറ്റൊന്നുമല്ല, ഒരു പത്രവാർത്ത വായിച്ചതാണ്. ഒരു മനുഷ്യന് കേരള ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ലോട്ടറി ടിക്കറ്റിൻ്റെ 1ാമത്തെ സമ്മാനം അടിച്ചു, ഫസ്റ്റ് പ്രൈസ്. പുള്ളിക്കാരനെ ടിക്കറ്റ് മാറാനായിട്ട് ടിക്കറ്റും കൊണ്ട് ബാങ്കിലേക്ക് പോകുന്ന വഴിക്ക് ആക്സിഡൻറ്റിൽ പെട്ടു, മരിച്ചു. ടിക്കറ്റ് ആദ്യം ഭാഗ്യമായിരുന്നു, തൊട്ടടുത്ത നിമിഷം അതേ ടിക്കറ്റ് തന്നെ നിർഭാഗ്യമായി മാറി. വേറെ സംഭവം ഓർക്കുന്നു. കുറേ സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒരു കാർ യാത്ര, ഒരു ട്രിപ്പാണ്. അവരിങ്ങനെ കാറ് പാലക്കാട് വഴിയാണ് പോകുന്നത്. പോയപ്പോൾ വളരെ പെട്ടെന്ന് കാറ് അപകടത്തിൽപ്പെട്ടു. 150 അടി താഴ്ചയുള്ളൊരു കൊക്കയിലേക്ക് കാറ് മറിഞ്ഞു. എല്ലാവരും രക്ഷപ്പെട്ടു, ചെറിയ പരിക്കൊക്കെ. ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു കുഴപ്പം പുറമേ ഒന്നുമില്ല, ഇനി വിദഗ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ അടുത്ത താലൂക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ അവിടെ ആംബുലൻസ് ഇല്ല. അപ്പോഴാണ് പെട്ടെന്ന് ഒരു രോഗിയായിട്ട് വന്ന് വേറൊരു ആംബുലൻസ് എല്ലാവരെയും കൂടെ കൊത്തിക്കൊണ്ട് ആംബുലൻസിൽ പോകുന്ന വഴിക്ക് ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു, 3 പേര് മരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം ഭാഗ്യമാണെന്ന് ഉറപ്പിക്കുന്നത് പലതും അടുത്ത നിമിഷം നിർഭാഗ്യമായി മാറാൻ സാധ്യതയുള്ള ലോകത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുന്നത് കേട്ടോ, മണിക്കൂറുകൾ എത്ര മാറിയാലും, ദിവസങ്ങൾ എത്ര മാറിയാലും, ആഴ്ചകൾ എത്ര കൊഴിഞ്ഞു പോയാലും, മാസങ്ങൾ എത്ര കടന്നുപോയാലും, ആണ്ടുകൾ എത്ര കടന്നുപോയാലും മാറാത്ത ഒരു ഭാഗ്യമുണ്ട്. അതെന്താണെന്നറിയോ? അതാ ദൈവത്തെ സേവിക്കുന്നത്. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം യേശുവിനെ കണ്ടുമുട്ടിയതാണെന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്? അങ്ങനെ കർത്താവ് നിങ്ങൾക്കൊരു ഭാഗ്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ ആലയത്തിൽ മൗനമായിരിക്കരുത്. ഈ ആലയത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നോണം? ഉറക്കെ പറ, ശബ്ദം ഉയർത്തി പറ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പോലും ഇവിടെ വന്നിരിക്കുന്നത് പ്രസംഗം കേൾക്കാനല്ല. ഈ യോഗം പ്രസംഗ യോഗമല്ല, ഇത് ആരാധനാ യോഗമാണ്. എന്തോർത്താ ദൈവത്തെ ആരാധിക്കുന്നത്? നമ്മൾ പാടിയതുപോലെ കഴിഞ്ഞ നിമിഷം വരെ ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ എന്നെ ഇവിടം വരെ കൊണ്ടുവന്നത് എൻ്റെ ദൈവമാണെന്ന് ഉറപ്പുള്ള ദൈവമക്കളൊക്കെ ഒരല്പസമയം കര ഉയർത്തിപ്പിടിച്ചൊന്ന് നന്ദി പറഞ്ഞേ. ഉറപ്പിച്ചതുപോലെ ഇസ്രായേൽ എന്നും ദൈവത്തെ ആരാധിച്ചത് 2 കാര്യം ഓർത്താ. അതിലൊന്നാമത്തത് നടത്തിയ വിധങ്ങൾ. നടത്തിയ വിധം ഓർക്കണമെങ്കിൽ ഇരുന്നേച്ച് മുന്നോട്ട് നോക്കരുത്. നടത്തിയ വിധം ഓർക്കണമെങ്കിൽ ഇരുന്നേച്ച് പുറമോട്ട് നോക്കണം. എല്ലാ ആരാധനയും വരുമ്പോൾ, എല്ലാ ഞായറാഴ്ചയും വരുമ്പോൾ ദൈവമക്കൾ ആദ്യം നോക്കേണ്ടത് എവിടെ വെച്ചാൽ ഈ കർത്താവിനെ അറിഞ്ഞത്, ഏതിലെ കൂടെയൊക്കെയാ ദൈവം നമ്മെ നടത്തിയത്, ഇന്ന് പകൽ നമ്മെ എവിടെ ദൈവം കൊണ്ടുവന്ന് നിർത്തിയത്. കുഴഞ്ഞ ചേറ്റിയിരുന്നു. ഓ ശകനാര. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ദൈവാസം പറഞ്ഞ പോലെ നമ്മളാരും പ്രതീക്ഷിച്ചൊന്നുമല്ല, ഒരിക്കൽ പോലും ചിന്തിച്ചതല്ല ഇങ്ങനൊക്കെ ഈ രാജ്യത്തൊക്കെ നമ്മൾ നിൽക്കുമെന്ന്, അല്ലേ? പക്ഷെ ഇവിടം വരെ നമ്മയൊക്കെ കൊണ്ടുവന്നത് ആരാ? യെസ്, നടത്തിയ വിധം മാത്രം ഓർത്തല്ല ഇസ്രായേൽ ആരാധിക്കുന്നത്. ഇസ്രായേൽ ആരാധിക്കുന്നതിൻ്റെ 2ാമത്തെ കാരണം, നിൽക്കുമ്പോൾ ഒത്തിരി കുറവും ശൂന്യതയും പോരാട്ടവും ബന്ധനവും പരാധീനതൊക്കെ കാണും. ചിലതൊന്നും പൂരിപ്പിക്കപ്പെട്ടൊന്നും വരത്തില്ല. എല്ലാത്തിനും ഒന്നും ഈ ലോകത്തിൽ എന്തില്ല? മറുപടി ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്, നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, നാളുകൾ നിത്യത ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് നന്മയ്ക്കെന്നു തെളിയുമ്പോൾ വ്യക്തമായി സ്പഷ്ടമായി കൃപയിൻ കരുതലറിയും ഞാൻ. വ്യക്തമായി സ്പഷ്ടമായി കൃപയിൻ കരുതലറിയും ഞാൻ. എല്ലാത്തിനും ഒന്നും മറുപടി ഇല്ല. അന്ന് അമേരിക്കൻ കല്യാണം മുടങ്ങിയതും, അന്ന് ആ വഴി അടഞ്ഞതും, അന്ന് ഇതെല്ലാം എന്തിനായിരുന്നെന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും. ഒരു കാര്യം സത്യ, ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഒന്നും തിന്മയ്ക്ക് ഭവിക്കത്തില്ല. തിന്മയ്ക്ക് ശത്രു ചെയ്തതുപോലും പറ ദൈവം എന്താക്കി മാറ്റും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അപ്പം നടത്തിയ വിധമൊക്കെ ഓർത്ത് ദൈവത്തെ എന്ത് ചെയ്തോണം? സ്തുതിച്ചോണം. ആലയത്തിൽ വസിക്കുന്നവർ സ്തുതിക്കും. ആരാ പറഞ്ഞത് ആലയത്തിൽ വസിക്കുന്നത് ഭാഗ്യമാണ്? നമ്മളെല്ലാവരും പറഞ്ഞു നമ്മുടെ അഭിപ്രായമല്ല. ഒരാൾ എഴുതിയ കാര്യം നമ്മൾ എടുത്ത് പറഞ്ഞ നമ്മുടെ അഭിപ്രായമാകാം. പക്ഷെ ഇവിടെ ആലയത്തിൽ വസിക്കുന്നത് ഭാഗ്യം എന്ന് പറഞ്ഞത് ആരാ?
ഈ സങ്കീർത്തനം എഴുതിയവരാ അല്ലേ? ഈ സങ്കീർത്തനം എഴുതിയത് ആരാ? അതിൻ്റെ തലക്കെട്ടിൽ എഴുതിയിട്ടുണ്ട്. 84ൻ്റെ തലക്കെട്ട് എന്താ? സംഗീത പ്രമാണിക്ക് ഗത്യരാഗത്തിൽ ഗത്ത് എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തെ പാട്ടിൻ്റെ താളമാണ് ഗത്യരാഗം. കർണാട്ടിക് മ്യൂസിക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രത്യേകതരം താളത്തിൽ പാടുന്ന പാട്ടാണ് അത് ഗത്യരാഗം. ഈ ഗത്യരാഗത്തിൽ പാട്ട് പാടിയിരിക്കുന്നത് ആരാ? കോരപുത്രന്മാരാ. കോരപുത്രന്മാരാരാ? അതിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് വേണം അറിയാനായിട്ട്. വളരെ കഷ്ടപ്പെട്ട് പോളും ഞാൻ വന്നേച്ച് ഇവിടുത്തെ സഭയിൽ നിന്ന് ചോദിച്ചു കോരപുത്രന്മാരാരാന്ന്. അപ്പോൾ അവർ പറയാ കോരകിൻ്റെ മക്കളാ കോരപുത്രന്മാരെന്ന്. ഇത് തിരുവല്ലയിലിരുന്നാലും എനിക്കറിയാൻ പറ്റുന്ന കാര്യമല്ലേ? ഞാൻ ചോദിച്ചത് അവരുടെ പേരെന്താണെന്നറിയാവോ എന്നാ ചോദിച്ചേ. കോരപുത്രന്മാരുടെ പേര് ഇപ്പം ചിലർ ഇരിപ്പോട്ടിട്ട് സ്വന്തം പേര് പോലും അറിയാത്ത രീതിയിലായിരിക്കും. ഒന്നും നോക്കിക്കേ അവരുടെ പേര് ബൈബിളിൽ ഉണ്ടോയെന്ന്. പുറപ്പാട് പുസ്തകം 6 നമ്മളിന്ന് ഇച്ചിരി ആഴങ്ങളിലൂടെ ഈ വചനത്തിൽ കൂടെ ഒന്ന് പോകാൻ പോവാണ്. എൻ്റെ കൂടെ വരണേ. പുറപ്പാട് പുസ്തകം 6 അധ്യായത്തിൻ്റെ 24 വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. അവരുടെ പേരുണ്ടോയെന്ന് നോക്കിക്കേ. കോരകിൻ്റെ പുത്രന്മാർ ഇവ കോരകീയ കുലങ്ങൾ. അപ്പം കോരകിന് 3 ആൺപിള്ളാരാ. എൻ്റെ കൂട്ട് തന്നെ എനിക്ക് 3 ആൺപിള്ളാരാ. എൻ്റെ പിള്ളേരുടെ പേരല്ല ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. എൻ്റെ പിള്ളേരുടെ പേര് ഇതിനെക്കാട്ടിയാണ്. ഞാനതുകൊണ്ട് ഇപ്പം പറയുന്നില്ല, എല്ലാം കൂടെ കൺഫ്യൂഷനാകണ്ട. കോരകിന് ഞാൻ പിന്നെ പറയാം, എൻ്റെ പിള്ളേരുടെ പേര് പറയാം. ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാനായിട്ടാണ് ഞാനിപ്പോൾ കോരകിൻ്റെ പിള്ളേരുടെ പേര് പറയുന്നത്. എന്തൊക്കെയാ പേര്? അസൂർ. ഉറക്കെ പറഞ്ഞേന്നേ. അസൂർ, എൽക്കാന, അബിയാസാവ്. ഒന്നുകൂടെ പറഞ്ഞേ. അസൂർ, എൽക്കാന, അബിയാസാവ്. അപ്പോൾ കോരകിൻ്റെ 3 പിള്ളേരുടെ പേരാ നമ്മളിവിടെ വായിച്ചത്. ഇവരെഴുതിയതെന്ന് പറയുന്ന പല സങ്കീർത്തനങ്ങൾ 85 അവരുടെ സങ്കീർത്തനം അതാ ഇന്ന് നമ്മൾ വായിച്ചു അല്ലേ? ഇവരെഴുതിയെന്ന് പറയുന്ന പല സങ്കീർത്തനങ്ങൾ ബൈബിളിലുണ്ട്. ഏതേലും സങ്കീർത്തനത്തിനകത്ത് നമ്മുടെ പാസ്റ്റർമാർ അസൂർ എഴുതിയ സങ്കീർത്തനമെന്നോ എൽക്കാന എഴുതിയ സങ്കീർത്തനമെന്നോ അബിയാസാവ് എഴുതിയ സങ്കീർത്തനമെന്നോ വല്ലതും വായിച്ചിട്ടുണ്ടോ? ഇല്ല. എല്ലാ സങ്കീർത്തനത്തിനകത്തും ഒറ്റ കാര്യം പറയുന്നത് കോരപുത്രന്മാരുടെ സങ്കീർത്തനം. അപ്പം സ്വാഭാവികമായിട്ടും ഇവരാരാണെന്ന് പഠിക്കണമെങ്കിൽ ഇവരുടെ അപ്പനായ കോരകാരാണെന്ന് എന്ത് ചെയ്യണം? പഠിക്കണം. ആ ജീനിയോളജി, ആ വംശാവലി വളരെ കൃത്യമായിട്ട് ബൈബിളിൽ ഉണ്ട്. ഞാൻ കുറേ വാക്യം പറയാം. ഞങ്ങൾ ഈ റാന്നിക്കാരായതുകൊണ്ട് ഒരു കുഴപ്പമുണ്ട്. എന്നാ പറഞ്ഞാലും ബന്ധം പറയും. എൻ്റെ കൂടെ ഈ കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിൽ ലോഡ്സൺ ആൻ്റണി വന്നു. അന്നേരം ഈ റാന്നിക്കാരെ കാണുമ്പോഴത്തേന് ഞാനിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ബന്ധം പറയാൻ തുടങ്ങും, അവർ മറു സൈഡിൽ നിന്ന് പറയാൻ തുടങ്ങും. അന്നേരം പുള്ളി പറയാം ഏതായാലും പറഞ്ഞേച്ച് വന്ന് കിടക്കെന്നും പറഞ്ഞ് പുള്ളി എഴുന്നേറ്റ് പോകും. കാര്യം എന്നാന്ന് ചോദിച്ചാൽ എത്ര ബന്ധം പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യത്തില്ല? തീരത്തുമില്ല. ബന്ധമോട്ട് തീരത്തുമില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്കതുകൊണ്ട് ഈ ബന്ധമൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇഷ്ടമല്ലേലും നിങ്ങൾ കേൾക്കണം. കാര്യം ഏതായാലും എന്നെ ഇവിടെ വിളിച്ചില്ലേ, അത് സഹിച്ചല്ലേ പറ്റത്തുള്ളൂ 1 മണി വരെ. സ്തോത്രം. അതുകൊണ്ട് ഈ കോരകാരാന്ന് ഞാനൊരു ആ വംശാവലി ഒന്ന് പറയാൻ പോവാം. ഒന്ന് വായിക്കണേ. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 16 വേഴ്സസ് 1. സംഖ്യാപുസ്തകം 16-ന്റെ 1 വായിച്ചേ. ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്സഹാരിൻ്റെ മകൻ കോരക്. എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് പറയാമോ? ലേവിയുടെ, ഇങ്ങനെയാണോ ചേർന്ന് പറയുന്നത്? ഒന്ന് പറഞ്ഞേ. ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ ഇസ്സഹാരിൻ്റെ മകൻ കോരക്. ഇന്നടത്തെ ഇന്നാരാന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ ഇസ്സഹാരിൻ്റെ മകൻ കോരക്. കാണാതെ പഠിച്ചോ. ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ പറ ഇസ്സഹാർ. മക്കളൊക്കെ ഒന്ന് പറഞ്ഞേ. ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്സഹാരിൻ്റെ മകൻ കോരക്. ഞാൻ ഈ വംശാവലിയിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്താൻ പോവാണേ. ഇപ്പം നമ്മൾ പറഞ്ഞത് ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്സഹാരിൻ്റെ മകൻ കോരക്. ഞാൻ വരുത്താൻ പോകുന്ന വ്യത്യാസം, ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ അമ്രാമിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആര് വരും? അത് തന്നെ സംശയം എന്നാ? മോശ വരും. ശരിയാണോ? ഒന്ന് വായിച്ചു നോക്കിക്കേ. പുറപ്പാട് 6:18, പുറപ്പാട് 6:20. എക്സോഡസ് ചാപ്റ്റർ 6 വേഴ്സസ് 18 then 20. വായിച്ചേ. പുറപ്പാട് 6:18. കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം,
ഈസഹാർ, ഹെബ്രോൻ, ഉസിയേൽ. കഹാത്തിന്റെ ആയുഷ്കാലം 133 സംവത്സരം. 20-ാം വാക്യം. അമ്രാം തൻ്റെ പിതാവിൻ്റെ സഹോദരിയായ യോക്കെബെതിരെ വിവാഹം കഴിച്ചു. അവൾ അവന് അഹരോനെയും മോശയെയും പ്രസവിച്ചു. ഇനി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. കഹാത്തിന് 4 മക്കൾ. ലേവിയുടെ മോൻ്റെ പേര് ആര്? കഹാത്ത്. കഹാത്തിന് 4 മക്കൾ ആരൊക്കെയാ? മൂത്ത മോൻ്റെ പേര് അമ്രാം, രണ്ടാമത്തെ മോൻ്റെ പേര് ഇസഹാർ, മൂന്നാമത്തെ മോൻ്റെ അമ്രാം, ഇസഹാർ, ഹെബ്രോൻ, ഉസിയേൽ. അല്ലേ? മൂന്നാമത്തെ മോൻ ഹെബ്രോൻ, നാലാമത്തെ മോൻ ഉസിയേൽ. അപ്പം അമ്രാം, കഹാത്തിൻ്റെ മൂത്ത മോൻ്റെ പേര് അമ്രാം, രണ്ടാമത്തെ മോൻ്റെ പേര് ഹെബ്രോൻ, ഇസഹാർ, മൂന്നാമത്തെ മോൻ്റെ പേര് ഹെബ്രോൻ, നാലാമത്തെ മോൻ്റെ പേര് ഉസിയേൽ. അപ്പം ഈ അമ്രാമിൻ്റെ മക്കളാണ് ആരൊക്കെ? മോശെ, അഹരോൻ. നമ്മൾ ആദ്യം വായിച്ചു സംഖ്യ 16:1. എന്താ വായിച്ചേ? ലേവിയുടെ മോനായ കഹാത്തിൻ്റെ മോനായ ഇസഹാരിൻ്റെ മോൻ കോരഹ്. കഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസഹാർ, ഹെബ്രോൻ, ഉസിയേൽ. അപ്പോൾ കഹാത്തിൻ്റെ 4 മക്കളാണ്. മൂത്തവൻ്റെ പേര് അമ്രാം, രണ്ടാമത്തവൻ്റെ പേര് ഇസഹാർ, മൂന്നാമത്തവൻ്റെ പേര് ഹെബ്രോൻ, നാലാമത്തവൻ്റെ പേര് ഉസിയേൽ. അമ്രാം എന്ന് പറയുന്നത് കഹാത്തിൻ്റെ മൂത്തവൻ. ഇസഹാർ എന്ന് പറയുന്നത് കഹാത്തിൻ്റെ രണ്ടാമത്തവൻ. അമ്രാമിൻ്റെ മക്കളുടെ പേര് അഹരോനും മോശെ. ഇസഹാറിൻ്റെ മോൻ്റെ പേര് ലേവിയുടെ മോനായ കഹാത്തിൻ്റെ മോനായ ഇസഹാറിൻ്റെ മോൻ. അപ്പോൾ ഇസഹാറിൻ്റെ മോൻ്റെ പേര് കോരഹ്. അമ്രാമിൻ്റെ മക്കളുടെ പേര്. അപ്പം കോരഹ് ശരിക്കും ആരാ? ഓ എൻ്റെ ദൈവമേ, ഒന്നുകൂടെ പറയാം. ലേവിയുടെ മോനായ കഹാത്തിൻ്റെ മോനായ അമ്രാമിൻ്റെ മകൻ ആരൊക്കെ? അഹരോനും മോശെ. ലേവിയുടെ മകനായ കഹാത്തിൻ്റെ മോൻ ഇസഹാറിൻ്റെ മോൻ കോരഹ്. അപ്പം അമ്രാമിൻ്റെ നേരെ അനിയൻ്റെ പേര് ഇസഹാർ. ഇസഹാറിൻ്റെ മക്കളുടെ പേര്, ഇസഹാറിൻ്റെ മോൻ്റെ പേര് കോരഹ്. അമ്രാമിൻ്റെ മക്കളുടെ പേര് അഹരോനും മോശെ. അപ്പം മോശയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ കോരഹാരാ? അത് തന്നെ, മോശയുടെ അപ്പൻ അമ്രാമിൻ്റെ അനിയൻ്റെ മോൻ. ഈ ഒരു സമാധാനമായല്ലേ. അപ്പൻ്റെ അനിയൻ്റെ മോന് ഫസ്കസിൻ എന്ന് പറയും. റാന്നിയിലാണ് എന്നെ പറയുന്നതെന്നറിയാം, ഉപ്പാപ്പൻ്റെ മോനെന്ന് പറയും. തൃശ്ശൂരാണ് എന്തോ പറയുന്നതെന്നറിയാം, ചെറിയച്ഛൻ്റെ മോനെന്ന് പറയും. തിരുവനന്തപുരത്താണ് എന്തോ പറയുന്നത്, കൊച്ചച്ഛൻ്റെ മോനെന്ന് പറയും. അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ കോരഹാരാ? മോശയുടെ അപ്പൻ്റെ അനിയൻ്റെ മോനാ. ഹലോ, ഈ ഉദ്ദേശിമാരൊക്കെ പ്രസംഗിക്കുന്നതായിട്ട് നമ്മൾ ഓർക്ക് എങ്ങാണ്ട് മഹോത്തരകാലത്തൊന്ന് കയറി വന്ന മനുഷ്യനാണ്. സത്യത്തിൽ ആരാ കോരഹ്? മോശയുടെ അപ്പൻ്റെ അനിയൻ, മോശയുടെ ഉപ്പാപ്പൻ്റെ മോന. മോശയുടെ ഉപ്പാപ്പൻ്റെ മോനാണേലും മോശയുടെ പേര് എഴുതിയിരിക്കുന്ന പോലാണോ കോരഹിൻ്റെ പേര് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? അല്ല. കോരഹിൻ്റെ പേര് ഏത് ഗണത്തിൽപ്പെടുന്നതാണെന്ന് സംഖ്യാപുസ്തകം 26:10 വായിക്കാം. ഒന്ന് വായിച്ചേ. അത് വായിച്ചാൽ പിന്നെ ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. സംഖ്യ നമ്പേഴ്സ് ചാപ്റ്റർ 26 വേഴ്സസ് 10, 26:10. അടുത്തത് അവർ ഒരു സൈൻ. അവരെന്തായി മാറി? ഹലോ, കോരഹ്, സോദോം ഗോമറ, ബിലയാം, കായീൻ, വാഴ്ച കാക്കാതെ പോയ ദൂതന്മാർ. അയ്യോ, യൂദയുടെ ലേഖനം 6-ാം വാക്യവും 11-ാം വാക്യവും, നിങ്ങളോ സകലം ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്നാൽ കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. തങ്ങളുടെ വാഴ്ച കാക്കാതെ ദൂതന്മാർ. അതുപോലെ തന്നെ സോദോം ഗോമറ, കായീൻ, കോരഹ്, ബിലയാം. അപ്പം അറിഞ്ഞവരാണെങ്കിൽ ഓർപ്പിക്കുക, മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ടവർ. എന്നെ അടയാളമാകാൻ കാരണം അവിശ്വാസം. ദൂതന്മാർ അടയാളമാകാൻ കാരണം അഹങ്കാരം. അല്ലേ? അതുപോലെ തന്നെ അതെ, സോദോം ഗോമറ ദുർമാർഗം. അല്ലേ? കായീൻ തെറ്റായ ആരാധന, ബിലയാം പണത്തോടുള്ള ആർത്തി, കോരഹ് മത്സരം. അപ്പം ഇവരെല്ലാവരും നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന, എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നിങ്ങളുടെ ലവ് ഫീസ്റ്റിൽ, നിങ്ങളുടെ ചർച്ചിനകത്ത് ഇവരെല്ലാം ഉണ്ടെന്ന്. എത്ര ഇല്ലെന്ന് പറഞ്ഞാലും എല്ലാ സഭയിലും ആരുണ്ട്?
100% ഫ്രീ ആന്ന് പറയുന്ന അരിക്കകത്ത് പോലും കല്ലില്ലേ? സത്യത്തിൽ ഇതെല്ലാം കൂടെ എനിക്ക് അതിങ്ങനെ കഴുകിച്ചിടുമ്പം അരിയെക്കാട്ടി കൂടുതൽ തിളയ്ക്കുന്ന എന്തുവാ? കല്ല. സൗണ്ട് കേൾപ്പിക്കുന്നത് ആരാ? ഊറ്റുമ്പം ഒതുങ്ങി കിടക്കുന്നത് ആരാ? ആന്നു. അരി ഇച്ചിരി ചോറായ പിന്നെ ഒതുങ്ങത്തില്ല. പക്ഷെ കല്ലെന്ത് ചെയ്യും? ഈ വിളമ്പുമ്പോഴോ ആദ്യം ചാടിക്കയറുന്ന ആരാ? വല്ല കുഴപ്പമുണ്ടോ? കറി ഇത് സത്യത്തിൽ കല്ലിന് എപ്പോഴേ കുഴപ്പമുള്ളൂ. ഉരുട്ടി ചവയ്ക്കുമ്പോൾ അത് അവരവരെ സമ്മതിക്കുന്ന പ്രശ്നം വരുമ്പോഴറിയുന്നത് വെന്തതാണോ. എനിക്കറിയാം സ്വത്രം പറയാൻ പറ്റൊരു വകുപ്പല്ലെന്ന്, എന്നാലും ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റുമോ? ഇന്ന് രാവിലെ എനിക്ക് ചോദിക്കാനുള്ളത്, 2 വിധമാകാൻ നമുക്ക് പറ്റും. ഒരു കൂട്ടർ അടയാളം, മറ്റൊരു കൂട്ടർ അനുഗ്രഹം. പൂളിലുള്ള ദൈവമക്കളെല്ലാവരും അനുഗ്രഹമെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. എനിക്കങ്ങനെ വിശ്വസിക്കുന്നതിന് ഒരു മുടക്കമില്ല. കാര്യം 1 മണി കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകും. നിങ്ങളോട് ചോദിക്കണം, എന്നെ ദൈവമാക്കി വെച്ചിടത്ത് ഞാൻ ഒരടയാളമാണോ, ഞാൻ ഒരനുഗ്രഹമാണോ? അബ്രഹാമിനെ ദൈവം വിളിച്ചത് എന്താകാനാ? ഉറക്കപ്പറ. എനിക്കൊരനുഗ്രഹമാകണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുന്ന് പകൽ? ശബന രകൽക്കടകനാദര. എൻ്റെ ലൈഫ് ഒരടയാളമായി അവസാനിക്കേണ്ട, എൻ്റെ ലൈഫ് ഒരനുഗ്രഹമായി മാറണമെന്ന് കൊതിയുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ശബരാധാര കോശംധനാദര. എത്ര മിടുക്കൊണ്ടേലും, എന്നാ പാരമ്പര്യമുണ്ടെങ്കിലും, എത്ര കഴിവുണ്ടെങ്കിലും തെറ്റായ ആരാധന നമ്മളെ അടയാളമാക്കും അല്ലേ? എത്ര മിടുക്കൊണ്ടേലും അഹങ്കാരം നമ്മളെ അടയാളമാക്കും അല്ലേ? എത്ര കഴിവുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ പിന്മാറ്റം നമ്മളെ ആരാക്കി മാറ്റും? ഉറക്കപ്പറ. അടയാളമാക്കി മാറ്റും. ഓ, അപ്പനും കൂട്ടരും അടയാളമായി മാറുന്ന തലമുറയിൽ കോരഹിന്റെ പുത്രന്മാരും മരിച്ചില്ലെന്ന്. എന്താ മരിക്കാഞ്ഞതിൻ്റെ കാരണം? അവർക്ക് മനസ്സിലായി അവർ അപ്പം ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലായിട്ട് അവർ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പെ പിടിക്കുക. അപ്പൊ പുറകെ വന്ന തീ അവിടെ നിൽക്കുക. നിന്റെ പാരമ്പര്യമല്ല നിന്റെ വിടുതലിന്റെ കാരണം. ഇന്ന് പകൽ നിന്റെ സമീപനമാണ് നിന്റെ വിടുതലിന്റെ കാരണം. അപ്സൈഡ് ഡൗൺ നിന്നെ തിരിക്കുന്നതും നിന്റെ ലൈഫിനെ അത്ഭുതമാക്കി മാറ്റുന്നതും നിന്റെ ആരാധനയിലെ സമീപനമാ. ഇന്ന് പകൽക്കാലം വന്ന് ഓടി വന്ന് യാഗപീഠത്തിന്റെ കൊമ്പെ പിടിക്കോ. ഞാൻ നെഗറ്റീവ് പ്രസംഗിക്കുന്നത് ഇഷ്ടമില്ലാത്ത പാസ്റ്റർ, അതുകൊണ്ട് ശക്തമായിട്ട് ഞാൻ പറയാ, there is a big difference. ഇന്നത്തെ ആരാധന നിന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡിഫറൻസ് ആക്കി മാറ്റാൻ നിനക്ക് പറ്റും. ശാബാര, എനിക്കും നിങ്ങൾക്കും പറ്റും. കായീൻ ആരാധനയിൽ നിന്ന് കോപത്തോടെ മടങ്ങുമ്പോൾ ഒറ്റ ആരാധന ഒരു മനുഷ്യന്റെ ചരിത്രത്തെ തിരിക്കുക, നീതിമാനെന്ന സാക്ഷ്യത്തിലേക്ക്. എനിക്കൊരു അനുഗ്രഹമാകണം. ദൈവസഭയിൽ എനിക്കൊരു അനുഗ്രഹമാകണം. എൻ്റെ കുടുംബത്തിൽ എനിക്കൊരു അനുഗ്രഹമാകണം. എൻ്റെ തലമുറയ്ക്ക് എനിക്കൊരു അനുഗ്രഹമാകണം. യെസ്, ഒറ്റ സമീപനം, ഒറ്റ മനോഭാവം. അപ്പനടയാളമായി മാറിയ തലമുറയിൽ മക്കൾ ഒരു അനുഗ്രഹമായി മാറുക. 26:11 നമ്മൾ വായിക്കുക. കോരഹിന്റെ പുത്രന്മാരെന്ത് ചെയ്തില്ല? മരിച്ചില്ല. അവരുടെ പുറകെ വന്ന തീ അവിടെ നിൽക്കുക. അവർ പറയുക, ആലയത്തിൽ വസിക്കുന്നത് ഭാഗ്യമാണെന്ന്. ഞാനവരോട് ചോദിച്ചു, എന്താ മക്കളെ നിങ്ങൾക്ക് ആലയം തന്ന ഭാഗ്യം? അപ്പോൾ അവർ പറയാ, ഞങ്ങളുടെ അപ്പനും ഞങ്ങളുടെ അപ്പൻ്റെ കൂട്ടുകാരുമെല്ലാം ന്യായവിധിയുടെ തീക്കകത്തകപ്പെട്ട് മണ്ണോടും മണ്ണ് അകർന്നപ്പം ഞങ്ങൾ ഇന്നും ജീവനോടിരിക്കുന്നതിൻ്റെ കാരണം എന്താ? ഉറക്കപ്പറ. അപ്പൊ ഈ ആലയം തരുന്ന ഒന്നാമത്തെ ഭാഗ്യം ജീവന. ദൈവത്തെ സേവിക്കുമ്പോൾ കിട്ടുന്ന ഒന്നാമത്തെ ഭാഗ്യം പറ, ചേർന്ന് പറ പ്രിയപ്പെട്ടവരെ. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ഒരുമാതിരിപ്പെട്ട സാധനം എല്ലാം മേടിക്കാൻ കിട്ടും. പക്ഷെ ജീവൻ തരാൻ പറ്റിയ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റ്? പക്ഷെ ഇന്ന് പകൽക്കാലം നിന്റെ മരണബന്ധനത്തെ അറുത്തുമാറ്റി നിന്റെ മേൽ ജീവൻ പകരാൻ കരുത്തുള്ള ഒരു സ്ഥലത്താ നീ വന്നിരിക്കുന്നതെന്നറിയണം. ശബാര. എന്തുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് സ്തുതിക്കുന്നേ? ജീവൻ അനുഭവിക്കുന്നോണ്ടാ സ്തുതിക്കുന്നേ.
ജീവൻ അനുഭവിക്കുന്നവർ, എടാ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർക്ക് സ്തുതിക്കാതിരിക്കുമ്പം എന്തുകൊണ്ടാ പെന്തിക്കോസുകാരുടെ യോഗത്തിൽ വന്നിരുന്ന് ദൈവമക്കൾ സ്തുതിക്കുന്നതിന്റെ കാരണം എന്താ? ഉറക്കപ്പറ. ജീവനുള്ളോണ്ടാ ദൈവത്തെ സ്തുതിക്കുന്നത്. അവർ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ആ കാഴ്ച കണ്ട. സത്യത്തിൽ ഞാൻ അതാ ഇന്ന് പ്രസംഗിക്കുന്നു. കണ്ട കാഴ്ച എന്താ സിസ്റ്ററെ? കണ്ട കാഴ്ച എന്താ വെച്ചാ ആ 84:3 സങ്കീർത്തനം 84:3 കുരികിൽ ഒരു മതി 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 സ്പാരോ. Psalms 84:3 വായിച്ചേ. 84:3 കുരികിൽ ഒരു 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 വീട്. The sparrow found a house, made a home. ഞാൻ എല്ലാ ഭാഷാന്തരവും നോക്കി, എല്ലായിടത്തും പറയാ കുരികിൽ വീടുണ്ടാക്കി. ഞാനപ്പോൾ ചോദിച്ചു, ഈ കുരികിലുണ്ടാക്കുന്ന പാർപ്പിടത്തിന് കൂടെന്നാണോ പറയുന്നത് വീടെന്നാണോ പറയുന്നത്? ഓ, കുരികിലെ കണ്ടിട്ടുണ്ടോ? ഓലയുടെ ഞാലിക്ക് മരത്തിൻ്റെ. എനിക്ക് ഈ വാക്ക് അങ്ങ് അത്ഭുതം തോന്നി. എല്ലാ ട്രാൻസ്ലേഷനിലും ഇത് ഉണ്ടാക്കി സ്പാരോ മെയ്ഡ് എ ഹൗസ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടപ്പം ഞാൻ അതിനോട് തന്നെ ചോദിച്ചു, നിന്റെ വർഗത്തിൽപ്പെട്ടവരെല്ലാം കൂട്ടിനകത്ത് താമസിക്കുമ്പം നിനക്കെങ്ങനാ? അപ്പോൾ അതെന്നോട് പറഞ്ഞു, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ എന്തോ ഉണ്ട്. ഈ വാക്ക് എന്നെ കയറി പിടിച്ചപ്പം ഞാൻ ആദ്യം പോയി മേടിച്ചത് പക്ഷികളെ കുറിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു ഡിക്ഷണറിയാണ്. അതിനകത്ത് ഈ സ്പാരോയെ കുറിച്ച് പഠിച്ചപ്പം എനിക്ക് 3 കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, അത് തനിച്ചിരിക്കാത്ത പക്ഷി. 2, അത് ഇരുട്ടത്തിരിക്കാത്ത പക്ഷി. 3, അത് ഉറക്കളയ്ക്കാത്ത പക്ഷി. ഒന്ന് പറഞ്ഞേ. തനിച്ചിരിക്കത്തില്ല, പറ. ഇരുട്ടത്തിരിക്കത്തില്ല, പറ. ഉറക്കളയ്ക്കത്തില്ല. അതിനകത്ത് 3ാമത്തെ വേണേ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റിയൊരു ദൂത. യോത്തിന് വന്നാലും ചിലരിന്ന് എന്ത് ചെയ്യുമല്ലോ? ഉറങ്ങുമല്ലോ. ഞാൻ ഈ ചിന്തിച്ചിട്ടുണ്ട്, ആളുകൾ എന്നാത്തിന് യോത്തിന് ഇരുന്നുറങ്ങും. ഒത്തിരി ഒച്ച വെച്ച് നോക്കിയിട്ടുണ്ട്. നമ്മുടെ തൊണ്ട അടയ്ക്കുന്നതല്ലാതെ ഉറങ്ങുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയം, ഇതൊന്നും ബാധകമേ അല്ല. എനിക്ക് മനസ്സിലായത് യേശുവിൻ്റെ പത്രോസിൻ്റെ ഒക്കെ കാലത്ത് ആൾക്കാർ ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ യേശുവിൻ്റെ കാലത്തൊന്നും ആൾക്കാർ എന്ത് ചെയ്തിട്ടില്ല? ഉറങ്ങിയിട്ടില്ല. എന്നാ കാരണം? അതാ, ഇതുപോലെ പള്ളിയിലൊക്കെ വളരെ കുറച്ചാണ് കർത്താവ് പ്രസംഗിച്ച്. പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി ഇരുന്നു, പടകിന്മേൽ ഇരുന്നു, തിരുവായി മൊഴിഞ്ഞത് അല്ലേ? അപ്പോൾ കർത്താവിൻ്റെ കാലത്തെ രീതി അതാ. പ്രസംഗിക്കുന്ന ആൾ, പഠിപ്പിക്കുന്ന ആൾ പറ ഇരുന്നോണ്ടാ. പടകയിൽ ഇരുന്നു, മലയെ കയറി ഇരുന്നു. അന്നത്തെ രീതി അതാ. പഠിപ്പിക്കുന്ന ആൾ ഇരുന്നോണ്ടാ പഠിപ്പിക്കുന്നത്, പ്രസംഗിക്കുന്ന ആൾ ഇരുന്നോണ്ടാ പ്രസംഗിക്കുന്നത്. കേൾക്കുന്ന ആൾക്കാരോ പിന്നെ കടൽ തീരത്ത് എത്ര കസറയാണ് കിടക്കുന്നത് അല്ലേ? അതുകൊണ്ട് അവരെങ്ങനാ നിൽക്കുക? ഇത് കണ്ടോ, എന്തൊരു കഷ്ട. ഞാൻ ഇത്ര യാത്ര ചെയ്ത് വന്നിട്ട് ഞാനിവിടെ നിന്ന് പ്രസംഗിക്കാം, നിങ്ങളെല്ലാവരും ഇരുന്ന്. ഉറക്കം വന്നില്ലല്ലോ ഉള്ള കുഴപ്പം. ഇത് നേരെ ഒന്ന് തിരിച്ചാക്കിയാലോ? ഞാൻ ഏതായാലും ചെയ്യുന്നില്ല, പക്ഷെ പാസ്റ്റർമാരിത് കേട്ടിട്ടുണ്ട്. അപ്പോൾ കുരുകിൽ തനിച്ചിരിക്കത്തില്ല, കുരുകിൽ ഉറക്കളയ്ക്കത്തില്ല, കുരുകിൽ ഇരുട്ടത്തിരിക്കത്തില്ല. ഞാനിതൊക്കെ പറയുമ്പോഴും വചനം അറിയാവുന്ന ദൈവമക്കൾ ഒരു സങ്കീർത്തനം എടുത്തുകൊണ്ട് എൻ്റെ അടുക്ക് വരും. അത് വേറൊന്നുമല്ല, 102-ാം സങ്കീർത്തനം 7-ാം വാക്യം. എന്താ അവിടെ പറയുന്നത്? ഞാൻ ഉറക്കമളച്ചിരിക്കുന്നു, വീടിൻ്റെ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ. ആരായത് പറയുന്നത്? ഒരു രാജാവായത് പറയുന്നത്. രാജാവിനൊരിക്കലും തനിച്ചിരിക്കേണ്ട ആവശ്യമില്ല, രാജാവിനൊരിക്കലും ഉറക്കളയ്ക്കേണ്ട ആവശ്യമില്ല, രാജാവിനൊരിക്കലും ഇരുട്ടത്തിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ രാജാവ് ഉറക്കളയ്ക്കുക, രാജാവ് തനിച്ചിരിക്കുക, രാജാവ് ഇരുട്ടത്തിരിക്കുക. എന്നാ കാരണം? രാജ്യം നഷ്ടപ്പെട്ടു. രാജ്യം നഷ്ടപ്പെട്ടാൽ എവിടെ ഒളിച്ചിരിക്കുക? ഒളിച്ചിരിക്കുമ്പോൾ ഗുഹയുടെ മുമ്പിൽ തനിച്ചിരിക്കുന്ന ഒരു കുരുകിലെ കണ്ടു. അപ്പോൾ ഉപമാനമായിട്ട് പറയുക, ഒരു കുരുകിലും ഒരു രാജാവ് ഒരിക്കലും തനിച്ചിരിക്കത്തില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ തനിച്ചിരിക്കുക. എന്നിട്ട് താൻ തൻ്റെ അവസ്ഥ പറയുക, എൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ഞാൻ ആരെ പോലായിരിക്കുന്നേ? ഞാൻ ചിന്തിച്ചു, എന്താ ഈ കുരുകിലും രാജാവും തനിച്ചിരിക്കാൻ കാരണം? മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പം ഇച്ചിരി ആഴത്തിൽ കുരുകിലിനെ കുറിച്ച് ചിന്തിക്കണമെന്ന് തോന്നി.
നമ്മളിനിയും ഇച്ചിരി നേരം കുരികിലെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോവാം. യാഗപീഠം കൊരപുത്രന്മാർക്ക് കൊടുത്ത ഭാഗ്യം ജീവനാണ്. കുരികിലിന് യാഗപീഠം കൊടുത്ത ഭാഗ്യം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഏത് ജീവിയെക്കുറിച്ച് പഠിക്കുമ്പോഴും ആരെക്കുറിച്ച് പഠിക്കുമ്പോഴും അതിൻ്റെ വിലയെന്നല്ലേ പഠിക്കണ്ടേ? അപ്പോൾ കുരികിലിനെ നമുക്ക് അതിൻ്റെ വിലയെന്ന് തന്നെ തുടങ്ങിയാലോ? നമ്മുടെ കർത്താവാണല്ലോ അതിൻ്റെ വില ആദ്യം പറഞ്ഞത് അല്ലേ? മത്തായി 10:29 അല്ലേ? എന്താ കർത്താവ് പറഞ്ഞ വില? അതിൻ്റെ കരുതലിനെ കുറിച്ച് പറയാനായിട്ടാണ് കർത്താവ് പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കിയേ. കാശിന് അടുത്തത് ഞാൻ കുരുകിലിൻ്റെ വില പറയാനായി വാക്യം വായിച്ചേ. പക്ഷെ അതിനെക്കാട്ടി വലിയൊരു സംഭവം ഇവിടെ കിടക്കുന്നു വാസ്ത്രേ. കർത്താവിൻ്റെ കരുതൽ. കർത്താവിൻ്റെ കരുതലിന് ഗ്യാരണ്ടി പറഞ്ഞിരിക്കുക. നമുക്കറിയാവുന്നതും നമ്മുടെ പ്രശ്നം നമുക്കറിയാവുന്നതിനകത്താണ് നമ്മൾ കിടന്ന് ടെൻഷൻ അടിക്കുന്നത്. പക്ഷെ നമ്മളെക്കുറിച്ച് നമുക്കറിയാത്തതിനകത്ത് പോലും അറിയാവുന്ന ഒരു കർത്താവ് പറയും, അതിനകത്ത് പോലും ഞാൻ കരുതൽ വെളിപ്പെടുത്തുമെന്ന്. നമ്മുടെ തലയിലെ മുടി എത്രയാണെന്ന് നമുക്കറിയാം. ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് പോരാനായിട്ട് കുളിക്കുന്നതിന് മുമ്പ് 1,85,533 മുടിയായിരുന്നു എൻ്റെ തലയിലുണ്ടായിരുന്നത്. കുളിച്ചു ചീകിയപ്പോൾ 3 പൊഴിഞ്ഞു പോയി. ബാക്കി എത്ര ഉണ്ട്? 1,85,000 സംശയം ഉണ്ടെന്ന് നിങ്ങൾക്ക് എണ്ണി നോക്കാം കേട്ടോ. 530. അതിൻ്റെ എണ്ണം പുസ്തകത്തിൽ എഴുതി വെച്ചാ കർത്താവിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ കിടന്ന് വെപ്രാളപ്പെടേണ്ട കാര്യമുണ്ടോ? ഇന്ന് പകൽ നിനക്കറിയാവുന്ന കുറെ കാര്യത്തിൻ്റെ മുമ്പിലാ നീ ചഞ്ചലിക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം നിന്നോട് പറയാ, നിനക്കറിയാൻ വയ്യാത്ത കാര്യത്തിനകത്ത് പോലും നിന്റെ മേലെ ഇടപെടൽ നടത്താൻ ഈ എൻ്റെ മക്കൾ വളരെ ശാന്തര. പണ്ടാരാണ് പറഞ്ഞ പോലെ പിള്ളേരെല്ലാം നല്ല പിള്ളേരാണ്. ഏറ്റവും ഇളവനാണ് ഏറ്റവും പാവം. അവനാ കഴിഞ്ഞ ആഴ്ച പെര കത്തിച്ചെന്ന് പറയുന്നതല്ല നമ്മുടെ പിള്ളേരുടെ സ്വഭാവം. അന്നേരം അവൻ്റെ സൺഡേ സ്കൂൾ തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ ഒരു സഹോദരൻ അവനെ പഠിപ്പിക്കും. അന്നേരം പഠിപ്പിച്ച് പരീക്ഷയാണ്. അന്നേരം ഇവൻ പഠിക്കേണ്ട പോലെ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ പുള്ളിക്ക് ഒരു കഴിവുണ്ട്, വാച ഓടിച്ച് നിൽക്കാൻ ഭയങ്കര മിടുക്കാം. അന്നേരം ചോദ്യ പരീക്ഷയാണ്. എന്നിട്ട് അവൻ ചെന്ന് അവനോട് ആദ്യം ചോദിച്ച ചോദ്യം ഇതാ, എടാ എഫോദ്, അവൻ്റെ പേര് എഫോദ് എന്നാണ്. ആദ്യം ചോദിച്ചു, എടാ എഫോദ്, യേശു ലാസറിൻ്റെ വീട്ടിൽ എന്തോ ചെയ്ത്? അന്നേരം അവൻ നേരെ തിരിച്ചു ചോദിക്കുക, എൻ്റെ ബിജുവെങ്കിൾ ഇതൊന്നും അറിയാതാണോ സൺഡേ സ്കൂൾ പഠിപ്പിക്കാതിരിക്കുന്നത്? എന്നിട്ട് അവൻ പറയാ, അവിടെ ചെന്ന് അവിടുത്തെ സിറ്റുവേഷൻ കണ്ടപ്പോൾ മുതൽ കർത്താവ് ഒന്ന് കരഞ്ഞേച്ച് ബാക്കി മൊത്തം അങ്ങ് ഏറ്റെടുത്തില്ല എന്ന്. സത്യത്തിൽ കർത്താവ് അതല്ലേ ചെയ്തത്? അവിടുത്തെ സിറ്റുവേഷൻ കണ്ടുവെച്ച് കർത്താവ് മൊത്തം എന്ത് ചെയ്തു? ഇന്ന് പകൽ നിങ്ങളേത് പ്രതിസന്ധിയുടെ അകത്താണേലും നിങ്ങൾ എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ പ്രശ്നത്തെ ഏറ്റെടുക്കാൻ എനിക്കൊരു ദൈവം ഉണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ എത്ര പേര്? കുരികിലെ വിലയാ എൻ്റെ വിഷയം. കാശിന് 2 കുരികിൽ. കാശിൻ്റെ കണക്ക് എങ്ങനെയാ? കാശ്, അരക്കാശ്, മുക്കാക്കാശ്, 1 കാശ്. അപ്പം ഒരു കാശിന് 2 കുരികിലാണെങ്കിൽ മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് 1 കുരികിലിന് എന്നാ വില വീഴുന്നുണ്ട്? അരക്കാശ്. നമുക്കിനി ഇച്ചിരി ഒന്ന് മുന്നോട്ട് പോയാലോ? ഇതിൻ്റെ വില കൂടുവാണോ കുറയുവാണോ എന്നൊന്ന് നോക്കിയാലോ? വായിച്ചേ, ലൂക്കോസ് 12:6 വായിച്ചേ. ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സ് 6, 12:6 വായിച്ചേ. ഉണ്ടോ? ഇങ്ങോട്ട് നോക്കിക്കേ. മത്തായിലെ കണക്കനുസരിച്ച് 1 കാശിന് 2 കാശിന് കണക്ക് തെറ്റിയില്ലേ? 1 കാശിന് 2 കാശിന് എത്ര കിട്ടണ്ടേ? ഇപ്പൊ എത്ര കിട്ടുന്നേ? എനിക്കൊന്ന് ഈസ്റ്ററിൻ്റെ ഒക്കെ ഓഫർ ആയിരിക്കും അല്ലേ? ഈസ്റ്ററിന് ഓഫർ ഉണ്ടോ? എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഓഫറാ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്ക്, അതോടുകൂടെ ഉറക്കെ പറ. എത്ര പേർക്ക് സന്തോഷത്തോടൊന്ന് സ്വോത്രം ചെയ്യാൻ പറ്റും? ദുരാരകൽ കടക എൻ്റെ വിഷയത്തിനകത്ത് ദൈവം ഒരിടപെടൽ നടത്തുമെന്ന് ഉറപ്പുള്ള ദൈവമക്കളൊക്കെ ഇന്ന് ഈ യോഗം കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടൽ നടക്കാൻ പോകുമെന്ന്.
അച്ഛാ എന്താ ഇവിടെ വായിച്ചേ? അരക്കാശ് പോലും വിലയില്ലെങ്കിലും അതിനെ ആരറിയുന്നുണ്ടെന്ന്? ദൈവം അറിയുന്നുണ്ടെന്ന് അല്ലേ? അങ്ങനാണെങ്കിൽ ഇന്ന് പകൽക്കാലം, ഈ പകൽ എന്നെ അറിയുന്ന ഒരു ദൈവം, എൻ്റെ വിഷയത്തിനകത്ത് ഇടപെടൽ നടത്തുന്ന ഒരു ദൈവം. ഇന്നത്തെ യോഗം തീരുന്നതിന് മുമ്പ് എൻ്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില കരുതലുകൾ വെളിപ്പെടുത്താൻ എൻ്റെ ദൈവ ശക്തനാണെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ തിരിപ്പുണ്ട്. ഞാൻ ചുമ്മാതെ ഒരു പ്രസംഗം പ്രസംഗിക്കുകയല്ല, മറിച്ച് ഇവിടെ വന്നിരുന്നപ്പോൾ ദൈവാത്മാവനോട് ശക്തമായി ഇടപെട്ട ഒരു നിയോഗമാണ്. ദയയും വിശ്വസ്തതയും തമ്മിൽ ഇന്ന് പകൽക്കാലം ചുംബിക്കുന്ന ഒരു പകലാ. There is a big difference. നിന്റെ ലൈഫിൽ ഇതുവരെ നടക്കാത്ത ഒരു അത്ഭുതകരമായ ദൈവപ്രവൃത്തി ഇവിടെ പകലാ. ഈ പകല് ശാപാരാധരാധര. കാശ് പോലും വിലയില്ലെങ്കിലും, അരക്കാശ് പോലും വിലയില്ലെങ്കിലും, കയ്യിൽ ഒന്നുമില്ലെങ്കിലും ഈ കുരുകിലൊരു വിശേഷതയുണ്ടാച്ചാ. ഇന്ന് പകൽക്കാലം ഏറിയ കുരുകിലിനേക്കാൾ വിശേഷതയുള്ള. യു ആർ നോട്ട് ആൻ ആക്സിഡന്റ്. നീ ഒരു അബദ്ധമല്ല. നീ ഇവിടെ അബദ്ധത്തിൽ വന്നു പെട്ടതുമല്ല. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിന്. ശാബാരാധാര. കർത്താവ് പറഞ്ഞു കേട്ടോ, അരക്കാശ് പോലും വിലയില്ലേലും ഇതിനെന്തോ ഉണ്ട്, വിശേഷതയുണ്ട്. കുരുകിലിന് എന്തോ വിശേഷതയുണ്ടെങ്കിലും ഏറിയ കുരുകിലുകളെക്കാൾ വിശേഷത ആർക്കുണ്ട്? എനിക്കുണ്ട്, നമുക്കുണ്ട്. നമ്മുടെ വിശേഷത എന്താണെന്നറിയണമെങ്കിൽ കുരുകിലിൻ്റെ വിശേഷത അറിയണം. എന്താ കുരുകിലിൻ്റെ വിശേഷത? അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു വാക്യം കൂടെ വായിക്കണം. ഒറ്റ വാക്യം കൂടെ ഞാൻ വായിക്കുന്നുള്ളൂ. ലേവ്യ പുസ്തകം 14:1 താഴോട്ട് വായിക്കണം. ലെവിറ്റിക്കൽസ് ചാപ്റ്റർ 14:1. ലേവ്യ പുസ്തകം 14:1. യഹോവ പിന്നെയും മോശയോട് കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ അവനെ സംബന്ധിച്ചുള്ള പ്രമാണം. ഞാനിങ്ങനെ ഈ പൗർഷനി പ്രസംഗിച്ച് എനിക്ക് ഈ വാക്യം മുഴുവൻ അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. കാര്യം 20 മിനിറ്റിനകത്ത് വായിപ്പിക്കാൻ പോയാൽ അതങ്ങ് തീരും. അതുകൊണ്ട് പറഞ്ഞ് ഇതൊരു ശീലമായതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു വിടുവേ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. പിന്നെ ഈ മോശയോട് അരുളിച്ചെയ്തെന്നാൽ, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ അവനെ സംബന്ധിച്ചുള്ള പ്രമാണമാവിത്. അവനെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലണം. അല്ലേ? ശുദ്ധീകരണം കഴിവാനുള്ളവന് വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷി, ചുവപ്പുനൂൽ, ഈസോപ്പ്, ദേവദാരു എന്നിവയെ എടുത്ത് അവയുമായി ഒരു ഉറവ് വെള്ളത്തിങ്കൽ ഒരു പക്ഷിയെ മൺപാത്രത്തിൽ വെള്ളം ശേഖരിച്ച് ഉറവ് വെള്ളത്തിന്മീതെ അറുത്ത പക്ഷിയുടെ രക്തത്തിൽ മുക്കി എന്ത് ചെയ്യണം? കുഷ്ഠം ശുദ്ധീകരണം കഴിഞ്ഞവൻ്റെ മേൽ 7 പ്രാവശ്യം തളിച്ച് അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കുകയും ജീവനുള്ള പക്ഷിയെ വെളിയിൽ വിടുകയും വേണം. അല്ലേ? അപ്പോൾ 1 മുതൽ 6 വരെയുള്ള വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. എന്താ അവിടെ വായിച്ചത്? ഞാൻ പറയാം, ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. കുഷ്ഠം ഒരു പകർച്ചവ്യാധിയാണ്. കോവിഡ് പകർച്ചവ്യാധി അല്ലായിരുന്നോ? കോവിഡ് വന്നവരെ എന്തോ എടുക്കും? ഐസൊലേറ്റ് ചെയ്യും. കുഷ്ഠം വന്നവരെ എന്ത് ചെയ്യും? ഐസൊലേറ്റ് ചെയ്യും. ആദ്യത്തെ ലോക്ക്ഡൗൺ ബൈബിളിലാണ്. മിരിയാമിൻ്റെ കാലത്ത് മിരിയാമിന് കുഷ്ഠം പിടിച്ചപ്പോൾ ചർച്ച 7 ദിവസം ഇവിടെ പോയി, ലോക്ക്ഡൗണിലായി. ഇപ്പോഴേ കോവിഡ് വന്നവരെ ഇപ്പം അങ്ങനെ ഇല്ലെങ്കിൽ പോലും സത്യത്തിൽ കോവിഡ് വന്നേച്ച് നമ്മൾ കണ്ട ഒരു പാറ്റേൺ ആയിരുന്നു. അവർ സൗഖ്യമായാലും ചുമ്മാതെ അവർ എന്ത് ചെയ്യത്തില്ല? ജോലി പ്രവേശിപ്പിക്കത്തില്ല. ഒന്നെങ്കിൽ ആൻറ്റിജൻ ടെസ്റ്റ് അല്ലെങ്കിൽ RT-PCR. ശരിക്കും കുഷ്ഠരോഗം പകർച്ചവ്യാധി ആയതുകൊണ്ട് കുഷ്ഠം വരുന്നവരെ എന്ത് ചെയ്യും? ഐസൊലേറ്റ് ചെയ്യും. അതിനുശേഷം രോഗം ട്രീറ്റ് ചെയ്ത് സൗഖ്യമായാലും ചുമ്മാതെ വരെ തിരിച്ചു വരാൻ പറ്റത്തില്ല പാളയത്തിൽ. അവർക്കൊരു RT-PCR ടെസ്റ്റ് നടക്കണം. ആ RT-PCR ടെസ്റ്റിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിച്ചത്. എന്താ? പുരോഹിതൻ കുഷ്ഠമെന്ന് പറയുന്ന പദം, അതിൻ്റെ മൂലപദം ലെപ്ര എന്നൊരു വാക്ക്. എന്താ? ലെപ്ര എന്ന വാക്കിൽ നിന്നാണ് എന്ത്? ലെപ്രസി ഉണ്ടായത്. ഒന്ന് പറഞ്ഞേ, തെറ്റിപ്പോകരുത്. നേരെ തിരിച്ചൊരു വാക്യം മലയാളത്തിലുണ്ട്. കൊപ്ര എന്ന് കേട്ടിട്ടുണ്ടോ? രണ്ടും തമ്മിൽ എന്ത് ചെയ്യരുത്? തെറ്റരുത്. സ്തോത്രം.
അപ്പം കുഷ്ഠത്തിൻ്റെ മൂലപദം ലെപ്രായ. ലെപ്രായിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ലെപ്രസ്. പാപത്തിൻ്റെ മൂലപദവും ലെപ്രായ. അപ്പോൾ കുഷ്ഠവും പാപവും ഒരുത്തനെ എന്ത് ചെയ്യുന്നതാ? വികൃതനാക്കുന്നതാ. അങ്ങനെ ഒരുവൻ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടാൽ ഒരു പുരോഹിതൻ എന്ത് ചെയ്യണം? പാളയത്തിന് പുറത്തു ചെല്ലണം. നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ സ്വർഗത്തിലുള്ള തൻ്റെ സകല മഹിമകളെയും വിട്ടേച്ച് താണിറങ്ങി വന്നു. ആരാന്ന് നിങ്ങൾക്കറിയാം. പുരോഹിതൻ വരുമ്പം അവൻ്റെ കയ്യിൽ എന്തൊക്കെ വേണം? ജീവനും വിശുദ്ധിയുള്ള 2 പക്ഷി, പിന്നെ ചുവപ്പ് നൂല്, ഈസോപ്പ്, പിന്നെ ദേവദാരു. ഇവയുമായിട്ട് പാളയത്തിന് പുറത്തു ചെല്ലണം. എന്നിട്ട് ഉറവിങ്കിൽ നിന്ന് വെള്ളം വരുന്ന സ്ഥലത്തെത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ സ്വാഭാവിക ഉറവകളുണ്ട്. അവിടെ മൺപാത്രത്തിലേക്ക് വെള്ളം ശേഖരിച്ചിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന പക്ഷികളിൽ ഒന്നിനെ പിടിച്ച് മൺപാത്രത്തിലെ വെള്ളത്തിൽ അറുക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 പക്ഷികളെയാണ് യഹൂദന്മാർ സ്വാഭാവികമായിട്ട് യാഗം കഴിക്കുന്നത്. ഒന്ന് പ്രാവ്, മറ്റൊന്ന് കുരുകിൽ. പ്രാവിനെ അവർ യാഗപീഠത്തിൽ മാത്രമേ അറക്കാറുള്ളൂ, ആലയത്തിലെ യാഗപീഠത്തിൽ. അപ്പം പുറത്തിറക്കപ്പെടുന്ന പക്ഷി ഏതാണ്? കുരുകില. അപ്പം ഇണക്കുരുകിലുകളുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? പാളയത്തിന് പുറത്ത് ചെല്ലുക, ഒരു പക്ഷി അറുക്കുക. ഈ പക്ഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് കുരുകിലിന് മാത്രമുള്ള പ്രത്യേകതയാണ്. അറുക്കപ്പെടുമ്പോൾ അതിൻ്റെ അവസാനത്തെ തൊളിച്ചോര വരെ അതിൻ്റെ ഞരമ്പിൽ നിന്ന് പോയാലേ ഈ പക്ഷി ചാകത്തുള്ളൂ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടപ്പോൾ യെസ്, അടുത്ത പക്ഷിയെ കയ്യിലെടുക്കുക. ഈ പക്ഷി വിചാരിക്കുക, എൻ്റെ എണയെ അറുത്തതുപോലെ എന്നെ എന്ത് ചെയ്യാൻ പോവാ? ഇല്ല, നീ അറുക്കപ്പെടണ്ട. നിനക്കൊരു പകരക്കാരൻ അറുക്കപ്പെട്ടിട്ടുണ്ട്. ഈ കർത്തൃദിവസത്തിൽ നീ വന്നറിയേണ്ട ഒരു കാര്യമുണ്ട്. നീ ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം നിനക്കൊരു പകരക്കാരൻ അറുക്കപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ രക്തത്തിൽ നിന്നെ മുക്കുക. എത്ര പ്രാവശ്യം മുക്കുന്നേ? 7 പ്രാവശ്യം. എന്തിനെ കാണിക്കുന്നതായത്? മാനസാന്തരം മുതൽ പ്രാർത്ഥന വരെയുള്ള 7 അടിസ്ഥാന ഉപദേശത്തെ കാണിക്കുന്നതായത്. 7 പ്രാവശ്യം മുക്കിപ്പോക്കി. എന്നിട്ട് ഈ കുരുകിലിനെ ഉപയോഗിക്കുക. ആരെ ശുദ്ധീകരിക്കാൻ? കുഷ്ഠം നിന്നെ ദൈവം മുക്കിപ്പൊക്കി വെച്ചത് നിനക്ക് വേണ്ടി അല്ല. ദൈവം നിന്നെ മുക്കിപ്പൊക്കി വെച്ചത് ചില പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ്. നമ്മൾ നിമിത്തം ഒരാളെങ്കിലും കർത്താവിന്റെ കൃപയിലേക്ക് വരണം. യെസ്, ഈ രാജ്യത്ത് ദൈവം നിങ്ങളെ ഇവിടെ മുഴുവൻ പണ്ട് അമ്മച്ചിമാര് ഇവിടുന്ന് 1700കളിലും 800കളിലും മില്യൻ കയറിയും അതുപോലെ തന്നെ ചാൾസ് പഗാമും ഒക്കെ പോയതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മുടെ രാജ്യം സുവിശേഷീകരിക്കപ്പെട്ടത്. ഇവിടോട്ട് ദൈവം നിന്നെ ഇവിടെ നിന്നെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഒന്ന് നോക്കിക്കേ, അപ്പുറത്തോട്ടിറങ്ങിയ ചൈനക്കാരൻ, ഇപ്പുറത്തോട്ടിറങ്ങിയ കൊറിയക്കാരൻ, തൊട്ടപ്പുറത്തോട്ട് പോയ ഉസ്ബാക്കിസ്ഥാൻ, അതിൻ്റെ ഇപ്പുറത്ത് പാകിസ്ഥാൻ, എല്ലാം കൊണ്ട് മുന്നിൽ വെച്ചിരിക്കുക. നമുക്ക് മാത്രം മിഷൻ ഫീൽഡ് ഇല്ലെന്നാണ് നമ്മൾ പറയുന്നത്. ജോലി ചെയ്യുന്നതോ സ്തോത്രം. ശുദ്ധീകരിച്ചത് ചിലരുടെ രക്ഷയ്ക്ക. നമ്മൾ നിമിത്തം ആത്മാക്കൾ സഭയ്ക്കകത്ത് നിറയണം. കുഷ്ഠരോഗിയെ ശുദ്ധീകരിച്ചു. ശ്രദ്ധിച്ചോണേ, 7 പ്രാവശ്യം ഈ പക്ഷിയെ മുക്കിയച്ച്. എന്നിട്ട് ഈ പക്ഷിയെ വെറുതെ വിട്ടു. മനുഷ്യന്റെ കയ്യിൽ അകപ്പെട്ട പക്ഷി രക്ഷപ്പെട്ട എന്നെ എടുക്കും? പ്രാണരക്ഷാർത്ഥം പറക്കും. ഒരു പക്ഷിക്ക് 2 ആശ്രയ. ഒന്നതിൻ്റെ എണ നഷ്ടപ്പെട്ടു. ഇനി അതിനുള്ള ഒറ്റ ആശ്രയം അതിൻ്റെ കൂട. അച്ഛാ, ഞങ്ങളുടെ വീട് അത്തിക്കത്താ. അവിടെ ഒരു തോടുണ്ട് ഞങ്ങളുടെ പറമ്പിൻ്റെ താഴെ. ആ തോടിൻ്റെ കരയിൽ ഒത്തിരി മരമുണ്ട്. ആ മരത്തെ കുരുവിക്കൂട്. ഇവിടെ നിങ്ങൾക്കറിയാം കാക്കക്കൂട് എത്ര എണ്ണോ ഒരു മരത്തെ ഇരിക്കുന്നല്ലേ? അതുപോലൊരു മരത്തെ 10ഉം 15ഉം കൂടാ. ഈ കൂട്ടിലൊക്കെ ഇണക്കുരുകിലുകൾ ഇങ്ങനെ ഇരിക്കുക. ഈ പക്ഷി രാത്രി പറന്ന് തളന്ന് എവിടെ ചെന്നു? അതിൻ്റെ കൂട്ടിൽ ചെന്നു. അകത്തോട്ട് നോക്കിയപ്പോൾ ഇണയില്ല. ഇണയില്ലാത്തതുകൊണ്ട് അത് തീരുമാനിച്ചു, ഇണ വരാതെ ഞാൻ എന്ത് ചെയ്യത്തില്ല, കൂട്ടിക്കയറത്തില്ല. അതിങ്ങനെ തനിച്ചിരിക്കുക. ഇതിനെ ആര് കണ്ടത്? 102-ാം സങ്കീർത്തനത്തിൽ ആര് കണ്ടത്? രാജാവ് കണ്ടത്. രാത്രി മുഴുവൻ കുറുകുക, ഞരങ്ങുക. ഞങ്ങളുടെ അമ്മയൊക്കെ എന്നും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവേ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എൻ്റെ ഇന്നാരെ കൂടെ ഒന്ന് വിളിപ്പിച്ചേക്കണേ, എൻ്റെ ഇന്ന അങ്ങളെ കൂടെ ഒന്ന് വിളിപ്പിച്ചേക്കണേ, എൻ്റെ ഇന്ന നാത്തൂനെ കൂടെ ഒന്ന് വിളിപ്പിച്ചേക്കണേ, കർത്താവേ ഇന്നാരെ കൂടെ ഒന്ന് രക്ഷിക്കണേ. രാത്രി മുഴുവൻ ഇരുന്ന് എന്ത് ചെയ്യുക? ഞരങ്ങുക. പിറ്റേ പ്രഭാതമായി കേട്ടോ,
മറ്റണക്കുരുകളെല്ലാം ഇറങ്ങി. അവർ വെളി വന്നിച്ച് പറയാ, ഇന്നലെ അവറാച്ചൻ്റെ മറിയാമ്മയുടെ കൂടിൻ്റെ അവിടെ ഏതാണ്ട് ഒരു വല്ലാത്ത സൗണ്ടൊക്കെ ഞങ്ങൾ, അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, അങ്ങനല്ലേ തുടങ്ങിയത്, ഇങ്ങനല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. എന്താ ആദ്യത്തെ പാട്ടിങ്ങനായിരുന്നു, മറിയാമ്മ നിനക്കറിയാവോ മർത്തോമായിലെ, കേട്ടിട്ടില്ലേ? അത് തന്നെ, മറിയാമ്മ നിനക്കറിയാവോ മർത്തോമായിലെ മറുഭാഷ. അത് പിന്നെ സത്യമായി, അത് പിന്നെ പത്യമായി, അത് പിന്നെ പെന്തക്കോസ്തായി. സ്തോത്രം. എല്ലാവരും വെളിയിറങ്ങി. എല്ലാവരും ചോദിക്കുക, ഇന്നലെ അവറാച്ചൻ്റെ മറിയാമ്മയുടെ കൂടിൻ്റെ അവിടെ മറുഭാഷ. കാര്യം അന്വേഷിച്ച് ഇവർ ചെല്ലുകാച്ച. ചെന്നപ്പം വീണ്ടും ആള് മനസ്സിലാകുന്നില്ല കാര്യം, ചോരയാ അദ്ദേഹത്ത് മുഴുവൻ. മറിയാമ്മയോട് ചോദിച്ചു, മറിയാമ്മ അവറാച്ചൻ എന്തിയെ? ഇന്നലെ 4 മണിക്ക് ഞങ്ങൾ ഒന്നിച്ച് പറന്ന പറക്കെക്കുറിച്ച് അവർ പറയാ, ആലയത്തിൻ്റെ അരികിൽ കൂടെ പറന്നപ്പം എൻ്റെ അവറാച്ചാനെ എന്നെയും കൂടെ പിടിച്ചോണ്ട് പോയി പാളയത്തിന് പുറത്ത് അവറാച്ചാനെ അറുത്ത രക്തത്തിൽ എന്നെ മുക്കി, എന്നിട്ട് കുഷ്ഠരോഗിയെ ശുദ്ധീകരിച്ചു, എന്നെ വെളിയിൽ വിട്ടു, ഞാൻ തിരിച്ച് പ്രാണരക്ഷാർത്ഥം ഇത് വല്ലതും പറഞ്ഞാൽ മറ്റു പക്ഷിക്ക് മനസ്സിലാവോ? ശ്രദ്ധിച്ചേ, ഒരു പക്ഷിയുടെ ദേഹത്ത് ചോര കണ്ട മറ്റേ പക്ഷി എത്ര സ്നേഹമാണേലും എന്നാ തുടങ്ങും, അത് തന്നെ കൊത്തും. ഈ പക്ഷിയെ ഇവരെല്ലാവരും കൂടെ കൊത്തിയപ്പോൾ ഇതിന് മനസ്സിലായി കൊത്തുകൊണ്ട് ചാകും. അതുകൊണ്ട് എന്നേക്കുമായിട്ട് ഇത് കൂടുവിടുക. നമ്മുടെ അപ്പച്ചന്മാർ പണ്ട് പാടിയ പാട്ട് പാടിക്കൊണ്ട്, നാട് വിട്ടു വീട് വിട്ടു പറ നാമതയാ. അപ്പൊ ഉള്ളിലൊരു പേടി, ആര് സഹായിക്കും, ആര് സംരക്ഷിക്കും? കൂടും പോയി, അണയും പോയി, ഇനി എന്തോ ഉണ്ട് ആശ്രയം, എവിടെ ഉണ്ട് കരുതൽ, ആര് സഹായിക്കും, എങ്ങനെ ജീവിക്കും? ഓ, കൂടുവിട്ട പക്ഷി, നാടുവിട്ട പക്ഷി തളർന്നു പറക്കുക. പക്ഷെ അതിൻ്റെ ചിന്ത പോയി എങ്ങോട്ടാണെന്നറിയാമോ? എങ്ങോട്ടാ? ഇന്നലെ എനിക്ക് എണ നഷ്ടപ്പെട്ടത് അവസാനം എൻ്റെ അവറാച്ചാനും ഞാൻ ഒന്നിച്ചു പറന്ന സ്ഥലം ആലയവാ. അവിടോട്ട് തിരിച്ചൊന്ന് പറക്കുക. പറന്നിങ്ങോട്ട് ചെല്ലുമ്പോൾ ഉണ്ട് വേണ്ട പ്രാകാരത്തെ കുറിച്ച് തീറ്റിയിരിക്കുന്നു. എന്താ ഈ പ്രാകാരത്തിൻ്റെ പ്രത്യേകത? പ്രാകാരമുണ്ട്, യാഗപീഠമുണ്ട്, അതിപരിശുദ്ധ സ്ഥലമുണ്ട്. പ്രാകാരത്തിലാണ് തീറ്റിയിരിക്കുന്നത്. എന്താ പ്രാകാരത്തിൽ തീറ്റിയിരിക്കാൻ കാരണം? യഹൂദന്റെ ഏത് കണ്ടെത്തി തീറ്റി ഉണ്ടായാലും അതിന്റെ ആദ്യ ഫലം വരുന്ന സ്ഥലമായത്. അത് ഇംഗ്ലണ്ടിലെ കണ്ടമാണേലും കൊള്ളാം, അയർലൻഡിലെ കണ്ടമാണേലും കൊള്ളാം, ഓസ്ട്രേലിയയിലെ കണ്ടമാണേലും കൊള്ളാം, ജർമ്മനിയിലെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ അനുഭവിച്ച കരുതൽ മുഴുവൻ ഈ പ്രാകാരത്തിലെ കരുതലാ. 11 വയസ്സിൽ ഇത് അനുഭവിക്കാൻ തുടങ്ങിയതാ. കഴിഞ്ഞ 31 വർഷമായിട്ട് അനീഷ് തോമസ് എന്തായാലും ആയിട്ടുണ്ടെങ്കിൽ പ്രാകാരത്തിൽ നിന്ന് കിട്ടിയ കരുതലാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. തിന്നാനായിട്ട് ഇറങ്ങി വന്നിരിക്കുക. അപ്പോഴാ പുരോഹിതൻ ഇറങ്ങി വന്നത്, ഓടിക്കാനായി ഇറങ്ങി വന്നത്. പക്ഷേ ഇതിന്റെ ദേഹത്ത് എന്തോ ഉണ്ട്, ചോരയുടെ അടയാളമുണ്ട്. പുരോഹിതൻ പറയാ, ഇതിനെ ഓടിക്കണ്ട, ഇതിവിടെ ഇരുന്നോട്ട്, ഇതിന് തീറ്റി ഇവിടുന്ന. കാരണം എന്താണെന്നറിയാവോ? ഇത് ഇണയെ നഷ്ടപ്പെടുത്തിയ പക്ഷിയാ, ഇത് കൂട് നഷ്ടപ്പെട്ട പക്ഷിയാ. ഇന്ന് പകൽ നിനക്ക് കൂടില്ലാലും, നിനക്ക് ഇണയില്ലാലും, നിനക്ക് പറയത്തക്ക ബന്ധമില്ല, നിന്റെ മേൽ ഒരു അടയാളമുണ്ട്, രക്തത്തിന്റെ അടയാളം. ഇതാണ് എന്റെ കരുതലെന്ന്, ഇതാണ് എന്റെ യോഗ്യതയെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിന്റെ പാപം മാറ്റുന്നത് മാത്രമല്ല, അത് നിന്റെ രോഗം മാറ്റുന്നതാ. അത് നിനക്ക് കരുതലാ. അവന്റെ അടിപ്പിണരുകളായി എത്ര പേര് പകൽക്കാലം ദൈവങ്ങളുടെ കരുതലേറ്റെടുക്കാൻ തയ്യാറാ? ക്രൂശിന്ന് പാഞ്ഞൊഴുകുന്ന ആ രക്തത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ചിലരെ തൊടുന്നത് എനിക്ക് നന്നായിട്ടറിയാം. ആരാ പറഞ്ഞത് നിന്റെ വീട് രക്ഷപ്പെടത്തില്ലെന്ന്? ആരാ പറഞ്ഞത് നിന്റെ കുടുംബം ഗതി പിടിക്കത്തില്ലെന്ന്? ഇന്ന് പകൽക്കാല ശാപത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു പറ, എന്റെ ശാപത്തിന്റെ ചരിത്രം കീറിയ ഒരു കാൽവറി. എന്റെ യേശു ക്രൂശിൽ യാഗമായി തീർന്നത്, എന്റെ യേശു ക്രൂശിൽ. ലോകത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ളത് ഏറ്റവും ക്രൂരവും ഹീനവും മൃഗീയമായ മരണമാ ക്രൂശീകരണം. BC 600 പേർഷ്യക്കാരാ അത് കണ്ടുപിടിച്ചത്. BC 300 അലക്സാണ്ടർ ഐസ്തൻ മാസഡോണിയയിലേക്ക് അത് കൊണ്ടുവന്നത്.
500 വർഷമാണ് അത് റോമക്കാർ പിന്തുടർന്നത്. സമൂഹത്തിലെ ക്രൂരന്മാരായ കുറ്റവാളികൾ, ഹീനരായ അടിമകൾ, നീചരായ മനുഷ്യർക്ക് വേണ്ടി മാത്രമാണ് ക്രൂശീകരണം നൽകിയിരുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായി നൽകിയിരുന്ന ഒരു ശിക്ഷാരീതി. 6 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെയായിരുന്നു ആ ശിക്ഷാരീതിയുടെ ആ പ്രോസസ്സിങ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിന് 3 ഘട്ടങ്ങളാണ്. ഒന്നാമത്തെ ഘട്ടം ഒരുവനെ വധശിക്ഷയ്ക്ക് വിധിക്കുക. വിധിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഈ പോഡിയം പോലൊരു കൽത്തൂണൽ പുറം തിരിച്ച് അവരെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് നിർത്തും. എന്നിട്ട് ക്രൂരന്മാരായ 2 പടയാളികൾ അവരുടെ 2 സൈഡിലായി വന്ന് നിന്നിട്ട് വലിയ ചാട്ടവാറ് കൊണ്ട് പുറമടിച്ച് പിളർത്തും. അവിടുത്തെ ചൂണ്ടക്കൊളുത്തുകളും ഈയക്കട്ടകളും എല്ലും കഷ്ണങ്ങളും ഉള്ള ആ ചാട്ടവാറ് കൊണ്ട് അടിച്ചു പിളർത്തുന്നത് എന്തിനാണെന്നറിയാമോ? എവിടാണോ വിധിക്കപ്പെട്ടത് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്താണ് ക്രൂശീകരണം നടത്തുന്നത്. അവിടെ വരെ സ്വന്തം തോളിലാണ് ഈ പ്രതി എന്ത് ചെയ്യേണ്ടത്? ക്രൂശ് വഹിക്കേണ്ടത്. ആരോഗ്യ ദൃഢഗാത്രനാ പ്രതിയെങ്കിൽ പോകുന്ന വഴിക്ക് ഈ ക്രൂശ് എടുത്ത്, കാര്യം ക്രൂശും കൊണ്ട് പോകുമ്പോൾ കൈ കാലും ചങ്ങല കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ബന്ധിക്കാൻ പറ്റത്തില്ല. അവൻ ആരോഗ്യ ദൃഢഗാത്രനാണെങ്കിൽ പോകുന്ന വഴിക്ക് ക്രൂശ് എടുത്ത് പടയാളികളുടെ നേരെ എറിഞ്ഞേച്ച് അവനോട് രക്ഷപ്പെടാതിരിക്കാൻ അടിച്ചവൻ്റെ പുറം ഒരു പിളർത്തും. എൻ്റെ കർത്താവിൻ്റെ പുറം ഉഴവുചാല് പോലെ കീറിയെന്നാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് 84 കിലോയുള്ള ക്രൂശ് എടുത്ത തോളെ വെച്ച് കൊടുത്തത്. ഗബതയുടെ കൽത്തടത്തിൽ നിന്ന് ഗോൽഗോത്തയിലേക്ക് യേശു അത് ചുമക്കുമ്പം 14 പ്രാവശ്യം വീടുമെഴുന്നേറ്റും അദ്ദേഹം അതും കൊണ്ട് കാൽവറി ചെന്ന് കേട്ടോ. കാൽവറി ചെന്ന് കഴിഞ്ഞപ്പം ക്രൂശ് അവർ വിരിച്ചിട്ടപ്പോൾ ആരാണ്ട് പറഞ്ഞു ഇവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തെന്നറിയോ? ക്രൂസരെ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മുള്ളുചെടി പാലസ്തീനിൽ മാത്രം കാണുന്നതാ. ഉണങ്ങുമ്പോൾ അതിൻ്റെ കട്ടി കൂടും. ആ മുള്ളുചെടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു കിരീടമെടുത്ത് എൻ്റെ യേശുവിൻ്റെ തലയെ വെച്ചു. എന്നിട്ട് ചമ്മട്ടി കൊണ്ട് ഹെൽമറ്റ് അടിച്ച് ഉറപ്പിക്കുന്നത് പോലെ അത് ഉറപ്പിച്ചു. അപ്പോൾ ക്രൂശ് ഈ തലയോട്ടിയിൽ ആഴത്തിൽ ഇറങ്ങിയപ്പം എല്ലാ ഇടങ്ങളിൽ നിന്നും ചോര ഒഴുകുക. യേശുവിനെ പിടിച്ച് കിടത്തി. എന്നിട്ട് അവൻ്റെ ഈ കൈയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ അല്ല അടിച്ചേ, ഇവിടെ ആണി അടിച്ച് കയറ്റി 2 കയ്യിൽ. എന്നിട്ട് കാല് 2 കൂടെ അങ്ങോട്ട് പിണച്ച് വെച്ചേച്ച് പൊത്തയുടെ മേളിലോട്ട് ആണി അടിച്ച് കയറ്റി. എന്നിട്ട് തലപ്പൊക്കത്ത് ക്രൂശി കയറിട്ടു. എന്നിട്ട് ക്രൂശ് ഉയർത്തുക. ഇതിങ്ങനെ ഉയർന്നു വരിക കേട്ടോ. ഉയർന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാം? ഇതിങ്ങനെ ഉയരുമ്പോൾ നമുക്കറിയാം, ഇങ്ങനെ ഒരു മരം ഇങ്ങനെ കുഴിയിലോട്ട് നമ്മൾ ഉയർത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ അങ്ങോട്ട് കുഴിയുടെ അവിടോട്ട് അതിൻ്റെ ആ ഒരു തടസ്സം വെച്ചേച്ച് ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ഇതിങ്ങനെ ചെന്ന് കുഴിയിലോട്ടൊന്ന് സീറ്റഡ് ആകും. ഇതൊന്ന് വീഴും കേട്ടോ. കൈ 2 എവിടാ? ഒന്നോർത്ത് നോക്കിക്കേ. ഇത് കട്ടർ ചാടുമ്പം താഴോട്ടൊന്നും ശബരാരകൽക്കട. ദൈവസ്ഥലൊന്ന് കൈ ഉയർത്താവോ? പോരാ, 2 കരം ഉയർത്തിക്ക്. 50 ഡിഗ്രി ഒന്നും ഉയർത്തരുത്, 90 ഡിഗ്രി ഉയർത്തണം. മതി, ഞാൻ ചുമ്മാതൊന്ന് പറഞ്ഞതാ. എനിക്കറിയാം കരയുന്ന ചില ദൈവമക്കളിനകത്ത് ഇരിപ്പുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞത് മറക്കരുത്. അനീഷ് തോമസിനെ മറന്നാലും മറക്കരുത്. എപ്പോഴൊക്കെ ദൈവസ്ഥനെ കര ഉയർത്തുമ്പോഴും ആർക്കാണ്ട് വേണ്ടി കര ഉയർത്തരുത്. കാൽവറിയെ കണ്ടുകൊണ്ട് വേണം കര ഉയർത്താൻ. ഹൃദയം തുറന്ന് വേണം കര ഉയർത്താൻ. കയ്യേല വേദന സഹിക്കാൻ പറ്റാഞ്ഞപ്പോൾ കാലേലത് ചുമക്കാൻ ഈ എവിടെ കാലാണിയലല്ലേ റാപോലെ വളയ പുറം 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 അടിച്ചു പിളർത്തിയിരിക്കുക. ശകനാരകൽ കടകക്ഷസ് അവിടെ കിടക്കുമ്പോഴും എൻ്റെ നാഥന് 7 മൊഴി പറഞ്ഞു. അതുപോലും എന്നോടുള്ള സുവിശേഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്തോത്രം. 7 മൊഴികളെ നിങ്ങൾക്കറിയാം, എല്ലാ മൊഴികളും നിങ്ങൾക്കറിയാം. സ്തോത്രം. ലൂക്കോസ് 23-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യ ആരംഭിക്കുന്നത് അല്ലേ? ഇവരോട് ക്ഷമിക്കണേ. 2-ാമത്തെ മൊഴി 23:43 ലൂക്കോസ്. ഇന്ന് എൻ്റെ കൂടെ പരദേശിലിരിക്കും. 3-ാമത്തെ മൊഴി യോഹന്നാൻ 19:26 സ്ത്രീയേ ഇതാ നിന്റെ മകൻ. 4-ാമത്തെ മൊഴി മത്തായി 27:46 എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടതെന്ത്. 5-ാമത്തെ മൊഴി യോഹന്നാൻ 19:28 എനിക്ക് ദാഹിക്കുന്നു. 6-ാമത്തെ മൊഴി യോഹന്നാൻ 19:29 ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം നിവർത്തിയായി. 7-ാമത്തെ മൊഴി ലൂക്കോസ് 23:46 ആത്മാവിനെ തൃക്കൈയിലേൽപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 7 മൊഴി പോലും എന്നോടുള്ള സുവിശേഷം ആരംഭിക്കണം. ഏത് മൊഴിയിൽ നിന്ന്? 5-ാമത്തെ മൊഴിയിൽ നിന്ന്. എന്താ 5-ാമത്തെ മൊഴി? ശ്രദ്ധിച്ചേ. എന്താ 5-ാമത്തെ മൊഴി? ഐ തേസ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. അച്ഛാ, ബ്രദറെ, ജീവിതത്തിൻ്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ ദാഹിക്കാത്ത മനുഷ്യരുണ്ടോ?
ദാഹം ഒരു പേഴ്സണൽ നീഡാ അല്ലേ? ചില സമയത്തൊക്കെ വെയിൽ കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ദാഹിക്കുന്ന മനുഷ്യൻ കാത്തു നിൽക്കുക ആരെയും ഒരു സഹായവുമായിട്ട് വരുമെന്ന്. കാര്യം കയ്യിലെടുക്കാൻ പറ്റത്തില്ലല്ലോ വെള്ളം, കൈ ആണിയലല്ലേ. ആരും വരാതിരിക്കുമ്പം ദൈവവേലും വരുമെന്നുള്ള പ്രതീക്ഷ നാലാമത്തെ മൊഴി ചോദിക്കുക, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടത്. അത് പറഞ്ഞു വെച്ച് താഴോട്ട് നോക്കിയപ്പോൾ ഏറ്റവും കൈവിടപ്പെട്ടവൾ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു. അത് മറ്റാരുമല്ല, തനിക്ക് ജന്മം നൽകിയ അമ്മയാണ്. ഈ അമ്മമാരൊക്കെ ഹെൽപ്ലെസ് ആകുമ്പോൾ ദൈവത്തിന് ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. ഞാനിന്ന് പകൽ ഞരങ്ങുന്ന ചില അമ്മമാരോട് പറയുക, നിന്റെ കരച്ചിലിൻ്റെ മുമ്പിലാണ് നിന്റെ കുഞ്ഞിൻ്റെ വിഷയത്തിൽ ദൈവം ഇടപെടും. ഏറ്റവും കൈവിടപ്പെട്ടവൾ സ്വന്തം മോൻ ക്രൂശെ കിടന്ന് തൂങ്ങി അടുപ്പം നെഞ്ചിനകത്തൂടെ വാള് വഹിക്കുന്ന അമ്മ, സ്വന്തം കൂടപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഇങ്ങനെ കൈവിടപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ സ്വർഗം പറയാ, ഇല്ലില്ല, നീ കൈവിടപ്പെട്ടവളല്ല, ഇതാ നിന്റെ മകൻ, ഇതാ ഏത് കൈവിടപ്പെട്ടവനും കൂട്ടൊരുക്കുന്ന സ്ഥലമാ കാൽവറി. ആരെ അക്കോമഡേറ്റ് ചെയ്യുന്ന സ്ഥലം. നീ തല ഉയർത്തി പിടിച്ചു വേണം ഈ ആരാധന കഴിഞ്ഞ് മടങ്ങാൻ. എന്നാ കാരണം? എന്നെ നന്നായി അറിയുന്ന, ഞാൻ പവർഷിൽ ആയിരക്കണക്കിന് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രസംഗം ഞാൻ ഒരിക്കലും മറക്കത്തില്ല, അതിജീവനം. അത് കഴിഞ്ഞപ്പോൾ മല്ലപ്പള്ളി ശാന്തിപുരത്തുള്ള ജോയിച്ചാൻ വിളിച്ചു. പാസ്റ്റേ, ഒത്തിരി പേര് വിളിക്കുമെന്നറിയാം, പാസ്റ്റർ ഒന്നും പോത്തുമില്ലെന്നറിയാം, പക്ഷെ എൻ്റെ വീട്ടിൽ വരാതിരിക്കരുത്, വന്നേച്ചൊരു സർപ്രൈസ് ഉണ്ട്, വരണം. ചോദിച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്താണെന്നറിയാനായിട്ട് ചെന്നപ്പോൾ ആൻറ്റിയാ വന്ന് എതിരേറ്റ് വന്നേച്ച് പറഞ്ഞു, ജോയിച്ചാൻ എൻ്റെ അകത്തെ മുറിയില്ല പാസ്റ്റർ, ബാ അകത്തെ ജോയിച്ചാൻ നടക്കാൻ പറ്റത്തില്ല, വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഉണ്ടല്ലോ, കഴുത്തിന് താഴെ തളർന്ന് കിടക്കുക. 1,00,000 ഒരാൾക്ക് വരുന്ന ഒരു അസുഖം. എന്താ അതിൻ്റെ പേര്? മസുലാർ ഡിസ്കോപ്പിയ, അങ്ങനെ കണ്ട അതാ കഴുത്തിന് താഴെ തളർന്ന് കിടക്കുക. എന്നെ കണ്ടപ്പോൾ ചോദിക്കുക, അനീഷ് പാസ്റ്റർക്ക് സന്തോഷമാണോ? ചിരിച്ചോണ്ട് ഞാൻ ചോദിച്ചു, ജോയിച്ചാൻ എങ്ങനെയാ സന്തോഷിക്കാൻ പറ്റുന്നത്? എന്നാൽ എന്നോട് പറയാ, പക്ഷെ എൻ്റെ അവസ്ഥയൊന്നും ആർക്കും വരരുത്. കാരണം ഇത് മാത്രമല്ല, എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളായിരുന്നു. മൂത്തോള് 33-ാമത്തെ വയസ്സ് മരിച്ചു, രണ്ടാമത്തോള് 17-ാമത്തെ വയസ്സ് മരിച്ചു. 2 പേരും അന്ധരായിരുന്നു. മൂത്തോള് ബ്രെയിൽ ലിപിയിൽ കൂടെ യോഹന്നാൻ്റെ സുവിശേഷം പഠിച്ചു. എന്നിട്ട് പറഞ്ഞു സ്നാനപ്പെടണമെന്ന്. അപ്പം പറഞ്ഞു പറ്റത്തില്ലെന്ന്. അവൾ പറഞ്ഞു, അപ്പാ സ്നാനപ്പെടണം സ്വർഗത്തിൽ പോകാൻ. അപ്പം പറഞ്ഞു പണ്ടേ സ്നാനപ്പെടുത്തിയ. അവൾ പറഞ്ഞു അത് പള്ളിയിൽ അത് ആചാരം, അതല്ല സ്നാനം. സ്നാനപ്പെടുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും 3 കാര്യം സംഭവിച്ചിരിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. 1, സ്നാനപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പാപമേറ്റു പറയണം. 2, സ്നാനപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ മാനസാന്തരം നമ്മുടെ ഉറപ്പാക്കണം. 3, സ്നാനപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിലുള്ള വിശ്വാസം പരസ്യമായിട്ട് 56-ാമത്തെ ദിവസം ഇത് ചെയ്തേച്ച് ചെയ്യാതെ, അതൊരിക്കലും സ്നാനമല്ല, അതൊരാചാരമാണ്. അപ്പനാദ്യം സമ്മതിച്ചില്ല, ഒടുവിൽ അപ്പന് സമ്മതിച്ചു. സ്നാനപ്പെട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം കർത്താവളെ അങ്ങ് വിളിച്ച് അവളങ്ങോട് വീട്ടിൽ പോയി. 2-ാമത്തവളും അടുത്ത മാസത്തിൽ പോയി. ചോദിച്ചാൻ പറയാ, എനിക്കൊന്ന് ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം എൻ്റെ കണ്ണിന്ന് ഇച്ചിരി കണ്ണീരിൻ്റെ കൂടി ഇച്ചിരി മൂക്കളെ കൂടെ വന്ന എൻ്റെ ഭാര്യ വരാതെ തുടയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തോടല്ല ഞാൻ ചോദിച്ചൊരു ചോദ്യമാ, എന്നെ മനസ്സിലാകുന്ന ദൈവം വല്ലതും ഉണ്ടോ? എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പോഴാ കാൽവറി കിടക്കുന്ന കർത്താവ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആളുകൾ കാർക്കിച്ച് തുപ്പുമ്പോൾ കൈകൊണ്ട് ആ കഫം ഒന്ന് തുടയ്ക്കാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. ആളുകളുടെ മുഖത്തെ പച്ചരോമം പിഴുതെടുക്കുമ്പോൾ കൈകൊണ്ട് ആ വേദന ഒന്ന് അമർത്താൻ ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ കൈ ആണിയലായിരുന്നത് കൊണ്ട് എനിക്ക് പറ്റിയില്ല. ഞാനത് സഹിച്ചത് നിന്നെ കൂടെ മനസ്സിലാക്കിയ. ഇന്ന് പകൽ എന്നെ മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഇവിടെ ഇരുന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ദൂത് പറയാനുണ്ട്. നിന്നെ മനസ്സിലാകുന്ന ഏത് കൈവിടപ്പെട്ടവനും കൂട്ടനുവദിക്കുന്ന സ്ഥലവാ കാൽവറി. സ്വന്തം അമ്മയ്ക്ക് കൂട്ടുകൊടുക്കുന്നത് കണ്ടപ്പം തൊട്ടപ്പുറത്ത് കിടന്ന് ഒരുത്തൻ ചോദിക്കുക, 3-ാമത്തെ മൊഴി, എനിക്ക് കൂട്ട് കിട്ടുമോ?
അപ്പോൾ പറയാ, യു ആർ നോട്ട് ലേറ്റ്, നീ താമസിച്ചിട്ടില്ല, ഇന്നും ഞാൻ നിനക്ക് കൂട്ടുതരും. എവിടാ? ഞാനിരിക്കുന്ന പറുദീസയിൽ. ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത് ഇതാ, നിന്റെ തല കുനിച്ച് ഇവിടുന്ന് മടങ്ങരുത്. നിന്റെ യോഗ്യത എന്താ? എൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല, എൻ്റെ ഭാഷാശുദ്ധി അല്ല, എൻ്റെ യോഗ്യത എൻ്റെ മേലൊരു ചോരയുടെ അടയാളമുണ്ട്. ശബാര. എത്ര ദൈവമക്കൾക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും? യേശുവിൻ്റെ രക്തം എൻ്റെ പാപം മോചിക്കുന്നതാ, യേശുവിൻ്റെ രക്തം എൻ്റെ രോഗം നീക്കുന്നതാ. ഓ, യേശുവിൻ്റെ രക്തം. കുരുകില് കരുതലിൻ്റെ കഥ. കോരപുത്രന്മാര് മരണം മാറ്റി ജീവൻ തന്ന്. ഞാൻ ഇനിയും പറയുന്നില്ല, മീവൽപക്ഷിയൊക്കെ പ്രസംഗിക്കാൻ നമുക്ക് അടുത്ത പ്രാവശ്യമായിട്ട്. എന്നാലും പറയാം, മീവൽപക്ഷി ഒരു ദേശാടന പക്ഷിയാണ്. ഈ മീവൽപക്ഷി ചാവ് പക്ഷി സങ്കല്പം ഉണ്ടായത്. ചാവ് പക്ഷി സങ്കല്പം എന്താണെന്നറിയോ? കിലോമീറ്റർ അറ്റ്ലാന്റിക്കിൻ്റെ മുകളിൽ കൂടെ പറക്കുന്ന പക്ഷികൾ. അടുത്ത് ഒരു മരം കാണുമ്പോൾ അവത്തിൽ ചെന്നിരിക്കും. ഇരിക്കുമ്പം ഈ കൊച്ചുപക്ഷിയൊക്കെ ഏറ്റവും മേളിൽ കയറിയിരിക്കുമ്പോൾ തള്ളപ്പക്ഷി അതിനെ കൊത്തിയിറക്കും. എന്നാ കാരണം എന്നറിയോ? ഇവരുടെ മുമ്പിൽ ഒരു പക്ഷി പറന്നു. ഒരു ലീഡറേ ഉള്ളൂ, മാറി മാറിക്കൊണ്ടിരിക്കും. ബലഹീനനാകുമ്പം അല്ലെ വേടൻ്റെ അമ്പേക്കുമ്പം ലൈൻ കമ്പിയെ തട്ടുമ്പം അത് പോയി കഴിയുമ്പോൾ അടുത്തത് ലീഡറാകും. പക്ഷെ ഒറ്റ ലീഡറേ ഉള്ളൂ. ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവർ കൂട്ടായിട്ടേ പറക്കത്തുള്ളൂ. മുന്നിൽ പോകുന്നു നേതാവ് ഒരു കളകള ശബ്ദം പുറപ്പെടുവിച്ചാൽ എല്ലാവരും കൂടെ അങ്ങ് ഇരിക്കും. അതിപ്പോൾ എവിടെയാണെങ്കിലും കൊള്ളാം. അവർ ഈ യഹൂദന്മാർ വരെ പാട്ട കൊട്ടി കുടിക്കും. കാര്യം വയൽ കണ്ട അന്നേരം ഇവരവിടെ വാട്ടം ഇരിക്കും. പിന്നെ ടീം വർക്കായി പരസ്യയോഗമായി ആകപ്പാടെ ബഹളമാണ്. അതുകൊണ്ട് പാട്ട കൊട്ടി കുടിക്കുക. ഇവരേതോ ഒരു വയൽ സ്വന്തമാക്കിയിട്ട് തിരിച്ചു വരുമ്പോഴാണ് വേണ്ട ഒരു തോടിങ്ങനെ ചുവന്ന് കിടക്കുന്നു. ഏത് തോടാ? കിത്തിരം തോട്. എന്നാ വെച്ചാൽ എല്ലാ തോടും വെളുത്ത് കിടക്കുമ്പോൾ ഈ തോട് ചുവന്ന് കിടക്കാൻ കാരണം ഒറ്റ കാരണമാ, യാഗപീഠത്തിലെ യാഗരക്തം മുഴുവൻ ഒഴുകുന്നത് ഏത് തോട് വഴിയാ? അവർ കുടിച്ചു ഒന്നാം തരം രക്തം. ഇട്ടച്ചു പോകാൻ തോന്നുന്നില്ല, കുടിച്ചുകൊണ്ടിരിക്കുക. കുടിച്ചു തീർത്ത എവിടെ തീരാനാ? ആരാധന നടക്കുന്നിടത്ത് വചനം ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവരെയൊക്കെ എന്തിനാണ് ഇനി നമ്മൾ കിടന്ന് അലയുന്നത്? ഇവിടെ ഇത്രയും കരുതലുണ്ടെങ്കിൽ എന്നാൽ പിന്നെ നമ്മുടെ പിള്ളേര് ഇവിടെ അഡ്രസ്സ് മേടിക്കട്ടെ, ഇവിടെ അഡ്രസ്സ് ഉണ്ടാകട്ടെ അവർക്ക്. എല്ലാവരും അവർ പറയാ, ഇവര് ഞായറാഴ്ച സാക്ഷി പറയാൻ എഴുന്നേറ്റു. കോരപുത്രന്മാര് ജീവൻ കൊടുത്ത ദൈവത്തെക്കുറിച്ച് സാക്ഷി പറയാ. കുരുകില് കരുതൽ കൊടുത്ത ദൈവത്തെക്കുറിച്ച് സാക്ഷി പറയാ. മീവൽ പക്ഷി തലമുറയ്ക്ക് അഡ്രസ് കൊടുത്ത ദൈവത്തെക്കുറിച്ച് സാക്ഷി പറയാ. ഓ, കോരപുത്രന്മാർക്ക് ജീവൻ മാത്രം പറയാനുള്ളപ്പോ, കുരുകിലിന് കരുതൽ മാത്രം പറയാനുള്ളപ്പോ, മീവൽ പക്ഷിക്ക് തലമുറയ്ക്ക് കിട്ടിയ ശരണം മാത്രം പറയാനുള്ളപ്പോ, പുതിയ നിയമ വിശ്വാസിയെ പൂൾ പെന്തക്കോസ്തൽ ചർച്ചിൽ ആരാധിക്കുന്ന ദൈവമേ, നിനക്ക് ജീവനെ കുറിച്ച് പറയാനില്ലേ? നിനക്ക് കരുതലിനെ കുറിച്ച് പറയാനില്ലേ? നിനക്ക് നിന്റെ തലമുറയ്ക്ക് ദൈവം തന്നോ? എല്ലാരും കൂടെ പാടുവാ. എന്താ പാടുന്നേ? ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലേ, ഞങ്ങൾ ശക്തരാ എന്നും നിന്റെ ശക്തിയാൽ. എന്നാ കാരണം? കണ്ണീരും കഴിവുമരമെല്ലാം മാറ്റും ആ സേനയിൽ അധിപന്റെ. അയ്യോ, ഇതൊക്കെ ഇവരുടെ പാട്ടാ. ഇന്ന് പകൽ എൻ്റെ ദൈവം കരുതുന്ന ദൈവമാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആ കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. എൻ്റെ ദൈവം ജീവന്റെ ദൈവമാണെന്ന് ഉറപ്പ്. എൻ്റെ ദൈവം, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാ. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നോ. ഇവിടുത്തെ ക്വയർ പ്ലീസ് മുന്നോട്ട് വാ. നമുക്കൊന്ന് ചേർന്ന് പാടാം. ഒരല്പസമയം കരുതലുകളെ ഓർത്തൊന്ന് പാടാം, ജീവനെ ഓർത്തൊന്ന് പാടാം, തലമുറയോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്തൊന്ന് പാടാം. എത്ര പേര് പകൽക്കാലം ഉള്ളു തുറന്ന് പാടാൻ തയ്യാറാ? ചുമ്മാതെ നിൽക്കരുത്. ജീവൻ അനുഭവിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ജീവൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. കൃപ ലഭിച്ചവരെല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. കരുതൽ അനുഭവിച്ചവരെല്ലാം ഈ പറഞ്ഞതൊക്കെ എൻ്റെ ലൈഫിന്റെ അനുഭവമാണെന്ന് ഉറപ്പ് ഉള്ളവർ ആ കരമെന്ന് ഉയർത്തിപ്പിടിച്ച് കാൽവറിയെ കണ്ടോണ്ട് ഉയർത്ത. ഒരല്പസമയം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ഒന്നിച്ച് പാടി ദൈവത്തെ ആരാധിക്കുക. ആ മനോഹര യാഗ നിന്റെ ആലയ എന്തൊരാനന്ദമാ തവ പ്രകാരങ്ങൾ. ഇന്ന് പകലത്തെ ആരാധനയുടെ അകത്ത് ഞാനൊരു ഉറപ്പ് തരാൻ കേട്ടോ. കണ്ണീര് മാറും. കണ്ണീര് മാത്രമല്ല, കഴുകുമരവും മാറും. ആമാൻ എത്ര വലിയ പദ്ധതി ഒരുക്കിയാലും ഇന്നത്തെ ആരാധനയുടെ അകത്ത് നിനക്കെതിരെ
ഒരുക്കപ്പെട്ട ചില കഴുകുമരത്തിന്റെ പദ്ധതികളെ ദൈവം തകർത്തു മാറ്റുന്ന ഒരു പകലാണെന്നുള്ള ആ ഉറപ്പുള്ളവരല്ല. അല്പസമയം അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചു, നാവ് തുറന്ന് ദൈവത്തെ സ്തുതിച്ചു. ഇത് നിന്റെ കരുതലിന്റെ പകലാ, ഇത് നിന്റെ വിടുതലിന്റെ പകലാ, ഇത് നിന്റെ അഡ്രസ് മാറുന്ന പകലാ, ഇത് നിന്റെ സ്റ്റാറ്റസ് മാറുന്ന പകലാ.
ദൈവസന്നിധി ആത്മാർത്ഥമായി വചനത്തെ ഏറ്റെടുക്കുന്നുണ്ട്. നീ ഒരു അടയാളമാകണമോ അതോ നീ ഒരു അനുഗ്രഹമായി മാറണമോ? കുരുകളൊരു വീടും ഈകൾ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. അത് ദൈവത്തിന്റെ ആലയത്തിൽ തന്നെയാണ്. ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നവർ നിത്യം ഭാഗ്യവാന്മാരാകണമെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ആലയത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ. ദേശത്തിന് ഒരു അനുഗ്രഹമായി മാറട്ടെ. ഇന്ന് പകൽക്കാലം അനേകർക്ക് ഒരു ആശ്വാസമായി മാറട്ടെ. നിന്നെ